നമസ്കാരം. ഷിയാവു മുറിക്കകത്തേക്ക് കയറി കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, മിസ്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ, ആരും എന്നെ ശല്യം ചെയ്യാതെ ഒന്ന് നോക്കണേ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറുടെ മുറിയിലേക്ക് നീങ്ങി. മീശയ്ക്കറിയാം മാർക്കിന്റെ ആ ശക്തി വീണ്ടെടുക്കാൻ അല്പനേരം റെസ്റ്റ് ചെയ്യണമെന്ന്. മാർക്ക് ഫെല്ലർ ലേറ്റ് ലെവൽ ഒരു മാർക്യൂസാണ്. ലേറ്റ് ലെവൽ മാർക്യൂസായ മാർക്കിന് പീക്ക് ലെവൽ മാർക്യൂസുമായി ഏറ്റുമുട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിനും അപ്പുറത്തേക്ക് മാർഷൽ സെയിന്റുമായി ഏറ്റുമുട്ടുമ്പോൾ മാർക്കിന്റെ ശരീരത്തിലെ എൻറ്റയർ എനർജിയും എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. സാധാരണത്തിൽ അത്തരം ഏറ്റുമുട്ടൽ അസംഭവ്യവുമാണ്. പക്ഷെ ഇവിടെ ഇന്ന് ബ്ലാക്കിയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാർക്ക് ശരിക്കും ഒരു മാർഷൽ സെയിന്റിനെയാണ് നേരിട്ടത്. ആ സമയത്ത് മാർക്കിന്റെ ബോഡിയിലെ എൻറ്റയർ എനർജിയും മാർക്കിന്റെ വലത് കൈയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതുപയോഗിച്ച് ഒരു പർപ്പിൾ ഫ്ലെയിം ഉണ്ടാക്കിയാണ് മാർക്ക് യഥാർത്ഥത്തിൽ ബ്ലാക്കിയുടെ ആ ആദ്യത്തെ ഇടി തടുത്തത്. ശരിക്കും ആ ഊർജം മാർക്കിന്റെ ബോഡിയിലെ പെൻഡിങ് ഊർജമാണ്. അത് തിരിച്ചു കിട്ടണമെങ്കിൽ മാർക്കിന് മിനിമം ഒരു 24 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരും. അക്കാര്യം മീശയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് മാർക്കിനെ ആരും ശല്യം ചെയ്യാതെ നോക്കാനുള്ള ഉത്തരവാദിത്വവും മീശയ്ക്കുണ്ട്. മീശ അങ്ങനെ മാർക്കിന് വേണ്ടി കാവലിരിക്കുമ്പോൾ മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് തകൃതിയായ ചർച്ച നടക്കുകയാണ്. അന്ന് കണ്ട കാഴ്ചകളൊക്കെ ആളുകൾ കമന്റുകളായും പോസ്റ്റുകളായിട്ടൊക്കെ ഇഷ്ടംപോലെ വാരി വിതറുകയാണ്. ആർക്കും അങ്ങോട്ട് ശരിക്കും ആ സംഭവം നന്നായിട്ട് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. ബ്ലാക്കിക്ക് എങ്ങനെ പെട്ടെന്ന് ഒരു മാർഷൽ സെയിന്റിന്റെ പവർ വന്നു? ബ്ലാക്കി എങ്ങനെ മനുഷ്യരൂപത്തിൽ നിന്ന് പെരുമ്പാമ്പിന്റെ രൂപത്തിലേക്ക് മാറി? ആ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന ആളുകൾ മനഃപൂർവ്വം കമന്റുകൾ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം അറിയാവുന്നത് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ആളുകൾക്കാണ്. അവരുടെ ആ സീക്രട്ട് രഹസ്യമാക്കി വെക്കാൻ വേണ്ടി അതിനെക്കുറിച്ച് കമന്റുകളൊന്നും ചെയ്യുന്നില്ല. മാർഷൽ ആർട്സ് ഫോറത്തിനകത്ത് ആ ചർച്ച നടക്കുമ്പോൾ ജിങ്ദുവിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ചെറുപ്പക്കാർ യാവോ മെങ്ങിന്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന ആ ഫൈറ്റിനെ കുറിച്ച് അക്കാഡമിക്കകത്ത് ചർച്ച ചെയ്യുകയാണ്. മാർക്ക് ഫെല്ലറുടെ ആ വീടിനടുത്തുള്ള വീടുകളിലൊക്കെയാണല്ലോ അവർ താമസിക്കുന്നത്. അന്ന് നടന്ന ഫൈറ്റിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ചർച്ച നടക്കേണ്ട വെന്യൂവും അവിടെയാണ്. അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് മാർഷൽ സെയിന്റ് പവർ നേടിയ ബ്ലാക്കിയുടെ ആ ശക്തമായ പഞ്ചിനെ മാർക്ക് തടുത്തതാണ്. സാധാരണഗതിയിൽ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു മാർഷൽ സെയിന്റിന്റെ ആ പഞ്ചിനെ തടുക്കാൻ പറ്റില്ല. പക്ഷെ മാർക്ക് ആ പഞ്ച് തടുത്തു എന്ന് മാത്രമല്ല, ബ്ലാക്കിയെ അനവധി അടി പുറകിലോട്ട് തെറിപ്പിക്കുകയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് മാർക്കിനെ സഹായിച്ചത്? ആ ചോദ്യമാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. അതുപോലെ തന്നെ അവസാനം മാർക്കിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ രൂപങ്ങളും അതേപോലെ അവസാനം അവർ കണ്ട കാഴ്ചയൊക്കെ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. പല ശൈലിയിലുള്ള ചർച്ചകൾ പലയിടത്തും അങ്ങനെ നടക്കുകയാണ്. നേരം പുലർന്നു. ഏകദേശം ഒരു 8-9 മണിയായി കാണും. ആ സമയത്ത് ജിന്യാവോയും ഏതാനും ചെറുപ്പക്കാരും കൂടി മാർക്കിന്റെ വസതിയിലേക്ക് വന്നു. ആ വസതിയുടെ അടുത്തെത്തിയതും ജിന്യാവോ അവിടെ നിന്നിട്ട് അയാളുടെ ആ കൂടെയുള്ള ആളുകളെ മാർക്കിന്റെ വസതിയിലേക്ക് കയറ്റി വിട്ടു. യഥാർത്ഥത്തിൽ അവരൊക്കെ ജിന്യാവോയുടെ ശിഷ്യന്മാരാണ്. ജിന്യാവോയുടെ ശിഷ്യൻ ആ വീടിന് മുന്നിലെത്തിയതും ഉറക്കെ വിളിച്ചു, മാർക്ക് ഫെല്ലർ! ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് മീശയാണ്. മീശ ആ ചെറുപ്പക്കാരെ കണ്ടതും അയാൾ ചോദിച്ചു, എന്താ വേണ്ടേ? മാർക്ക് ഫെല്ലർ എവിടെ? മാർക്ക് ഫെല്ലർ ഇപ്പൊ കാണാൻ പറ്റില്ല. ഞാൻ മാർക്ക് ഫെല്ലറുമായി ഫൈറ്റ് ചെയ്യാൻ വന്നതാണ്. മാർക്ക് ഫെല്ലർ പുറത്തിറങ്ങി വരാൻ പറ. അത് കേട്ടത് മീശ ദേഷ്യത്തോടെ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞ മനസ്സിലായില്ലേ, മാർക്ക് ഫെല്ലറെ ഇപ്പൊ കാണാൻ പറ്റില്ല. മാർക്ക് ഫെല്ലറോട് ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞിട്ട് മീശയോട് പറഞ്ഞു, ഞാനേ ജിനേവോ ബ്ലാക്കിന്റെ ശിഷ്യനാണ്. എന്നോട് ഫൈറ്റ് ചെയ്യാൻ മാർക്കിന് എന്താ ഭയമാണോ? മാർക്ക് ശരിക്കും ഭീരുവാണല്ലോ, വീടിനകത്ത് ഒരു ഒളിച്ചിരിക്കുകയാണല്ലോ. ആ ചെറുപ്പക്കാരൻ അവന്റെ വായി തോന്നുന്ന ഡയലോഗ്സ് ഒക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞതും അകത്തുനിന്ന് ഷിയാവു പുറത്തേക്ക് വന്നു. നിങ്ങൾ ജിനേവോ ബ്ലാക്കിന്റെ ശിഷ്യനാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തമ്മിലൊന്ന് ഫൈറ്റ് ചെയ്യാം. നിന്നോട് ഫൈറ്റ് ചെയ്യാനോ? എന്തിന്? ഞാൻ മിസ്റ്റർ മാർക്ക് ഫെല്ലറുടെ ശിഷ്യയാണ്, നീ ജിനിയാവുവിന്റെ ശിഷ്യനല്ലേ? അതുകൊണ്ട് തന്നെ 2 ശിഷ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് ശരി. ഷിയാവോ അങ്ങനെ പറഞ്ഞപ്പോ അത് കേട്ടുകൊണ്ട് അകത്തേക്ക് ജിനേവോ ബ്ലാക്ക് വന്നു. ജിനേവോ ഷിയാവോട് പറഞ്ഞു, കുട്ടി നീ മാറി നിൽക്കേ, ഇവന് മാർക്ക് തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത്. അത് കേട്ടതും ഷിയാവോ ജിനാവോ നോക്കിയിട്ട് ജിനാവോട് ചോദിച്ചു, എന്താ മിസ്റ്റർ ജിനാവോ, നിങ്ങൾക്ക് ഭയമാണോ എന്നോട് ഏറ്റുമുട്ടാൻ? ഷിയാവോനോട് ഏറ്റുമുട്ടാൻ ഭയമാണോ എന്ന് ഷിയാവു
ജിന്യാവോട് ചോദിച്ചപ്പോൾ ജിന്യാവയ്ക്കും കൂടുതൽ ആളുകൾക്കും ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. ജിന്യാവോടെ തൊട്ടു മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ജിന്യാവോട് പറഞ്ഞു, മാസ്റ്റർ ഇവളുടെ കാര്യം ഞാനിപ്പോ ശരിയാക്കി തരാം, മാസ്റ്റർ ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ആ ശിഷ്യൻ അങ്ങനെ പറഞ്ഞതും ജിന്യാവോ ബ്ലാക്ക് അവന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ഷിയാവുവിനെ ഒന്ന് സ്കാൻ ചെയ്തു. ഷിയാവുവിനെ സ്കാൻ ചെയ്തതും അവൻ ആ കാര്യം മനസ്സിലായി. ഷിയാവു പുതുതായി മാർക്വിസ് ആയിരിക്കുന്ന ഒരാളാണ്. ജിന്യാവോയുടെ മുന്നിൽ നിൽക്കുന്ന ആള് ഒരു മിഡിൽ ലെവൽ മാർക്വിസുമാണ്. അവൻ മാർക്വിസിന്റെ 6th 7th ലെവൽ എത്തിയ കക്ഷിയാണ്. അത് മനസ്സിലാക്കിയതും ജിന്യാവോ ചിരിച്ചുകൊണ്ട് അയാളെ ശിഷ്യനോട് പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. അത് പറഞ്ഞിട്ട് ജിന്യാവോ തിരിഞ്ഞ് തൊട്ട് പുറത്തേക്കുന്ന ശിഷ്യനോട് പറഞ്ഞു, നീ ഇതിന്റെ വീഡിയോ എടുക്ക്. ജിന്യാവോയുടെ ബ്ലാക്ക് കുടുംബത്തിന്റെ സ്വന്തമായിരുന്നു കാൻസ് സിറ്റിയിലെ സെയിന്റ് കൺഫ്യൂഷൻ സെക്ഷൻ. ആ സെയിന്റ് കൺഫ്യൂഷൻ സെക്ഷനിലെ സെക്ഷൻ മാസ്റ്റർ ആയിരുന്ന കള്ളഹനെ വധിച്ചിട്ട് മാർക്ക് ഫെല്ലർ ആ സെക്ഷൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. ആ സെക്ഷന്റെ പേര് മാർക്ക് ഫെല്ലർ ഇപ്പോ ഗ്രീൻ മൂൺ വെല്ല എന്ന് മാറ്റിയിരിക്കുകയാണ്. മാർക്കിന് കീഴിൽ ഒരുപാട് ആളുകൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ കാര്യം ജിന്യാവോ ബ്ലാക്കിന് അറിയാം. ഇപ്പോ ആ ഗ്രീൻ മൂൺ വെല്ലയുടെ സെക്ഷൻ മാസ്റ്റർ യഥാർത്ഥത്തിൽ ഒരു ലേഡിയാണ്, ഷെനിയാനിക്കാണ് സെക്ഷൻ മാസ്റ്റർ എങ്കിലും യഥാർത്ഥ സെക്ഷൻ മാസ്റ്റർ മാർക്ക് ഫെല്ലർ ആണെന്നുള്ള കാര്യം ജിന്യാവോ ബ്ലാക്കിന് അറിയാം. അതുകൊണ്ടാണ് ജിന്യാവോ ഇത്തരം സീനൊക്കെ സൃഷ്ടിക്കുന്നത്. ഒരു സെക്ഷൻ തന്നെ കൈകാര്യം ചെയ്യുന്ന മാർക്ക് ഫെല്ലറുടെ കീഴിലുള്ള ശിഷ്യന്മാരെക്കാൾ ശക്തരാണ് തന്റെ ശിഷ്യൻ എന്നുള്ള ബോധ്യം നാട്ടിലേക്ക് ഉണ്ടാക്കണം. അതിന് പറ്റുന്ന അവസരങ്ങൾ സൃഷ്ടിക്കലാണ് ജിന്യാവോയുടെ ടാർഗറ്റ്. അതുകൊണ്ടാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ് റെക്കോർഡ് ചെയ്യാൻ ജിന്യാവോ അയാളുടെ ശിഷ്യനോട് പറഞ്ഞത്. അത് കേട്ടത് ശിഷ്യൻ മൊബൈൽ ക്യാമറ പോക്കറ്റിൽ നിന്ന് വലിച്ചെടുത്തു. അയാൾ മൊബൈൽ ക്യാമറ എടുത്തിങ്ങനെ പിടിക്കുമ്പോഴേക്കും ഷിയാവോ മുന്നോട്ട് കുതിച്ച് തന്റെ നേരെ വരുന്ന ആ കക്ഷിയുടെ നെറ്റിക്ക് നേരെ ഒരൊറ്റ ഇടി. എന്താണ് സംഭവിച്ചതെന്ന് ആ ക്യാമറ എടുക്കാൻ ശ്രമിച്ച കക്ഷിയും ഇടിയുണ്ട കക്ഷിയും ജിന്യാവോയും എന്ന് വേണ്ട ആരും മനസ്സിലാക്കും മുമ്പ് ആ മിഡിൽ ലെവൽ മാർക്വിസിന്റെ തല ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ അങ്ങ് ചിതറി. ആ തല ചിതറിയതും ഷിയാവോ ജിന്യാവോട് പറഞ്ഞു, ദ ഗെയിം ഈസ് ഓവർ. അവള് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടുകൂടി ഒരു ചെറുപ്പക്കാരന്റെ തല ഇടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ശരിക്കും ഷോക്കായി പോയ ജിന്യാവോ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അടുത്ത നിമിഷത്തിൽ അവൻ ഷിയോട് ചോദിച്ചു, ഏയ് വെറുമൊരു ഫൈറ്റിനെ നീ ഈ ശൈലിയിൽ കൈകാര്യം ചെയ്തു, നീ എന്റെ ശിഷ്യനെ കൊന്നല്ലേ? അങ്ങനെ ദേഷ്യത്തോടെ ഷിയാവുവിനോട് ജിന്യാവോ ചോദിച്ചപ്പോ ഷിയ ജിന്യാവോട് പറഞ്ഞു, ഫൈറ്റ് ഏത് ശൈലിയിലാകണമെന്ന് നമുക്കങ്ങ് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അവൻ ഒട്ടും ശക്തിയില്ലാത്തവനായിപ്പോയി. ശരിക്കും ഒരു പുതിയ മാർക്വിസ് ആണ് ഷിയാവോ. കൊല്ലപ്പെട്ട കക്ഷിയാണെങ്കിൽ മിഡിൽ ലെവൽ മാർക്വിസ് ആണ്. 6th ലെവലോ 7th ലെവലോ മാർക്വിസ് ആണ് അവൻ എന്ന അർത്ഥം. അവനെയാണ് ഒറ്റയിടിക്ക് ഷിയാവോ അവസാനിപ്പിച്ചത്. ഷിയാവുവിന്റെ ഡയലോഗ് കേട്ടതും ജിന്യാവോയ്ക്ക് ശരിക്കും ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. ആ ദേഷ്യം അയാളുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ബോഡിയിൽ നിന്ന് ഇന്ത്യൻ എനർജി റിലീസ് ചെയ്ത് തുടങ്ങി. ശക്തമായൊരു പ്രഷർ അയാൾ റിലീസ് ചെയ്യാണ്. പീക്ക് ലെവൽ മാർക്വിസ് ആയ ജിന്യാവോ ഷിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൈ ഒന്ന് മുന്നോട്ട് നീക്കിയതും പെട്ടെന്ന് ഒരു ഗോൾഡൻ പ്രകാശം ഷിയാവുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഗോൾഡൻ പ്രകാശത്തിന്റെ തൊട്ടുപുറകിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഉണ്ട്. പെട്ടെന്ന് മാർക്കിനെ കണ്ടതും ജിന്യാവോ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു. പക്ഷെ അടുത്ത നിമിഷത്തിൽ അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇത് കണ്ട, എന്റെ ശിഷ്യനെ ഈ പെങ്കൊച്ച് കൊന്നിരിക്കുന്നു, അത് എങ്ങനെ ന്യായീകരിക്കാനാവും? എനിക്കത് എക്സ്പ്ലനേഷൻ വേണം. ജിന്യാവോ നിനക്ക് വേണ്ടത് എക്സ്പ്ലനേഷൻ അല്ലേ? അങ്ങനെ ചോദിച്ചിട്ട് മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ഒരു അറ്റിയാണി. ജിന്യാവോയുടെ വലത് ഭാഗത്തുണ്ടായിരുന്ന ആ ചെറുപ്പക്കാരൻ ആ നിമിഷം ആ അടിയേറ്റ് തല തകർന്ന് താഴെ വീണു. ജിന്യാവോ ഇത് മതിയോ എക്സ്പ്ലനേഷൻ? മാർക്കിന്റെ ചോദ്യം ജിന്യാവോയെ കുറെ കൂടി ദേഷ്യപ്പെടുത്തുകയാണ്. സ്വാഭാവികമായിട്ടും അയാൾക്ക് ചുറ്റുമുള്ള ആ ഓറങ്ങ് വലുതായി. അതേ നിമിഷത്ത് തന്നെ മാർക്ക് ഫെല്ലർക്ക് ചുറ്റും 3 സുവർണ വലയങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ജിന്യാവോയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഏത് നിമിഷത്തിൽ സംഭവിക്കാമെന്നുള്ള കാര്യം മാർക്ക് ഫെല്ലർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ മാർക്കും തന്റെ പൂർണ്ണ ശക്തിയെ ബോഡിയിലേക്ക് കൊണ്ടുവന്നു. മാർക്കിന്റെ ഓറയും ജിന്യാവോയുടെ ബോറയും പരസ്പരം ഒന്ന് കൂടിക്കലർന്നപ്പോൾ അവർക്കിടയിലായി ശരിക്കും ഒരു ചുഴി രൂപം കൊണ്ടു. ആ ചുഴി അതിശക്തമായി ഒന്ന് കറങ്ങി തുടങ്ങിയതും ജിന്യാവോ പെട്ടെന്ന് അവന്റെ ആ ഇന്ത്യൻ എനർജി പിൻവലിച്ചു. അവൻ മാർക്കിനോടായി പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ് അനിവാര്യമാണ്, പക്ഷേ അത് ഇന്ന് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവന്റെ ശിഷ്യന്മാരുമായി പുറത്തേക്ക് നടക്കുന്ന ജിന്യാവോടായി മാർക്ക് ഫെല്ലർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ കിടക്കുന്ന
ആളുകളും നിന്റേതാണ്. അവിടെ 2 ഡെഡ് ബോഡി കിടക്കുകയാണ്. ആ ഡെഡ് ബോഡി കൂടി കൊണ്ടുപോകണമെന്നാണ് മാർക്ക് ഫെല്ലർ ജിന്യാവോട് വിളിച്ചു പറഞ്ഞത്. ജിന്യാവോ മാർക്ക് പറഞ്ഞത് കേട്ടതും അയാളുടെ ശിഷ്യന്മാരെ ഒന്ന് നോക്കി. ആ ശിഷ്യന്മാർ ഓടി വന്ന് ആ ചിതറിപ്പോയ ബോഡികൾ കൂട്ടിയെടുത്ത് ജിന്യാവോയുടെ പുറകെ നടന്നു തുടങ്ങി. ആ മാർഷൽ ആർട്സ് അക്കാഡമിക്ക് അകത്തായതുകൊണ്ട് ഈ കൊലപാതകങ്ങൾ ഒരു വിഷയമായി മാറത്തില്ല. പുറത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു വിഷയമായനെ. മാർഷൽ ആർട്സിന്റെ ഇടയിൽ ഇതുപോലുള്ള മരണങ്ങൾ സ്വാഭാവികമാണ്. ജിന്യാവോയുടെ ശിഷ്യന്മാർ ആ ബോഡികളുമായി അവിടെ നിന്ന് മടങ്ങുന്നത് കണ്ടതും മീശ ഷിയാവൂവിനോട് പറഞ്ഞു, ഷിയ, ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കണേ. ഒരു സാധാരണ കാര്യത്തിന് വേണ്ടി ആളുകളെ കൊല്ലുന്നത് ഒരു നല്ല രീതിയൊന്നുമല്ല. ഷിയാവൂവിനെ ഉപദേശിക്കുന്ന ശൈലിയിൽ മീശ അത് പറഞ്ഞതും മാർക്ക് ഷിയോട് പറഞ്ഞു, ഷിയ, അതൊന്നും സാരമില്ല. ഷിയ അങ്ങോട്ട് പോയി ആക്രമിച്ചതല്ലോ, ഇങ്ങോട്ട് വന്ന് അവര് മരണം ഇരന്നു വാങ്ങിയതല്ലേ. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അപ്പോ ഇന്ന് വൈകിട്ട് എനിക്ക് പോവാമോ? ഷിയ, നാളെ രാവിലെ പോകാം. അങ്ങനെ മാർക്ക് തീർത്തു പറഞ്ഞതും ഷിയ കൂടുതലൊന്നും സംസാരിക്കാതെ അവളുടെ മുറിയിലേക്ക് നടന്നു. വല്ലാത്തൊരു പക്വത നടന്നു പോകുന്ന ഷിയയിൽ ആ സമയത്ത് മീശയും മാർക്കും ഒരുപോലെ കാണുകയാണ്. ഷിയ അവളുടെ മുറിയിലേക്ക് കയറിയതും മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഷിയ ആ മാസ്ക് വെച്ച സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഒരാളെ കൊല്ലാൻ ഇപ്പോൾ ഒരു മടിയുമില്ല. ആ മാസ്ക് വെച്ച സ്ത്രീയും ഇതുപോലെയായിരുന്നു. ആളെ കൊല്ലുന്നതിൽ അവൾക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ കഥകൾ ഒരുപാട് മീശയ്ക്ക് അറിയാം. ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശൈലിയിലേക്ക് ഷിയാവു ഇതാ പതുക്കെ പതുക്കെ മാറുകയാണ്. കണ്ണ് ചിമ്മാതെ ഒരാളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ ഷീക്ക് ഇതാ നിഷ്പ്രയാസം കഴിഞ്ഞിരിക്കുകയാണ്. മീശ പറഞ്ഞ കാര്യം മാർക്കിനും ബോധ്യമുള്ളതാണ്. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, നാളെ എന്തായാലും ഷിയെ പോകും. അതിന് മുമ്പായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് മാർക്കിന്റെ മുറിയിലേക്ക് നടന്നു. അന്ന് തൊട്ടു മുമ്പേ ജിന്യാവോ ബ്ലാക്കുമായി മാർക്ക് ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ ജിന്യാവോയോട് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് മുറിയിലേക്ക് നടന്നത്. മാർക്കിന്റെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. ജിന്യാവോ എന്തായാലും ആ ഫൈറ്റ് മാറ്റിവെച്ചത് നന്നായി. അങ്ങനെ ആലോചിച്ചുകൊണ്ട് മാർക്ക് മുറിയിലെത്തി. മാർക്ക് ആ മുറിയിൽ അടുത്ത മണിക്കൂറിലൊക്കെയും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാം. നേരം ഏതാണ്ട് പുലർന്നപ്പോഴാണ് മാർക്ക് അവന്റെ ആ ജോലി പൂർത്തീകരിച്ചത്. അതിമനോഹരമായ 2 ബ്രേസ്ലെറ്റുകളാണ് മാർക്ക് ഫെല്ലർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു മുത്തുപോലെ സംഭവത്തിൽ ഒരു മാല കൊളുത്തിയിട്ടിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ്, അങ്ങനെ നമുക്ക് ആ ബ്രേസ്ലെറ്റിനെ വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ള 2 ബ്രേസ്ലെറ്റാണ് മാർക്ക് ഫെല്ലർ ഉണ്ടാക്കിയെടുത്തത്. മാർക്കിന് ആയുധം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ഇവിടെ മനോഹരമായ ഒരു ആഭരണം ഉണ്ടാക്കിയെന്ന് മാത്രം. രാവിലെ ഏകദേശം ഒരു 8 മണിയായപ്പോൾ ഷിയാവു മാർക്കും മീശയിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. അവള് പോകാൻ റെഡിയായിട്ടാണ് വരുന്നത്. അവളെ കണ്ടതും മാർക്ക് എണീറ്റ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കൈ പിടിച്ചിട്ട് ആ കൈയിൽ ആ ബ്രേസ്ലെറ്റ് അണിയിച്ചു. ഷിയ, ഇത് ഞാൻ പ്രത്യേകം നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. നീ അണിഞ്ഞിരിക്കുന്ന ബ്രേസ്ലെറ്റിന് ഒരു ജോഡിയുണ്ട്. ആ ജോഡി ഞാനിത് അണിഞ്ഞിട്ടുണ്ട്. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് നീ ഈ ബ്രേസ്ലെറ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ നിമിഷത്തിൽ ഞാൻ അത് അറിയും. ശരിക്കും ആ 2 ബ്രേസ്ലെറ്റും ആ ശൈലിയിൽ കണക്റ്റഡ് ആണ്. മാർക്ക് വളരെ വളരെ പാടുപെട്ട് പഠിച്ചെടുത്ത ഒരു കാര്യത്തിൽ നിന്നാണ് മാർക്ക് ആ ബ്രേസ്ലെറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കിന്റെ അച്ഛന്റെ ലൈബ്രറിയിൽ നിന്നാണ് മാർക്ക് ആ ശൈലിയിലുള്ള ഒരു അറിവ് സമ്പാദിച്ചത് തന്നെ. മാർക്ക് അത് പറഞ്ഞതും ഷിയ അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റിലേക്ക് നോക്കി. അതിനുശേഷം അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഷിയ മാർക്കിനെയും മീശയും വിട്ടുപിരിയാൻ പോവുകയാണ്. തന്നെ അണിയിച്ച ആ ബ്രേസ്ലെറ്റിലേക്ക് നോക്കിയിട്ട് ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഷിയ അങ്ങനെ ചോദിച്ചപ്പോൾ മാർക്കിനും അതുപോലെ മീശയ്ക്കും അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ അവരെന്നേക്കുമായി വിട്ടുപോകുന്നൊരു ഫീലാണ് ഉണ്ടായത്. മാർക്ക് ഷിയോട് പറഞ്ഞു, ഓക്കെ ഷിയ, ഇനി എപ്പോഴെങ്കിലും നമുക്ക് കാണാം. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ മീശയെ ഒന്ന് നോക്കിയിട്ട് ഷിയ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഷിയ അവിടെ നിന്ന് നടന്നു പോകുമ്പോൾ നിർനിമേഷരായി നോക്കി നിൽക്കുകയാണ് മാർക്ക് ഫെല്ലറും അതുപോലെ മീശയും. ഷിയ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതാണ് അവർക്ക് രണ്ടുപേർക്ക് സന്തോഷം. പക്ഷേ ഷിയയ്ക്ക് അവരെ വിട്ടുപോകണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അവർക്ക് തടയാനും പറ്റില്ല. അവരങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും ഷിയ
ആ അക്കാഡമിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഷിയ ഗേറ്റ് കടന്ന് പുറത്തിറങ്ങി ജിങ്ദുവിലെ ആ പ്രധാന തെരുവിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ജിന്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ കോൺഫറൻസ് റൂമിൽ സാക്ഷാൽ ഷിയ ഹാങ് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഷിയ ഹാങ് ഇരിക്കുന്ന ആ മുറിയിൽ ഒരു വലിയ സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ഷിയ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ കാണുന്ന സ്ക്രീനിന് അഭിമുഖമായിട്ട് 8 കസേരകളുമുണ്ട്. ആ കസേരകളിൽ ഒരു ചെറിയ പ്രകാശമുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ 8 ഹയറപ്സും ആ കസേരകളിൽ ഉണ്ടെന്നർത്ഥം. ആ ലൈറ്റിന് ഒരു അർത്ഥമുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ 8 ഹയറപ്സും ആ കസേരകൾ ഉണ്ടെന്നാണ് ആ അർത്ഥം. ഷിയ ഹാങ്ങും ആ 8 പേരും ആ സ്ക്രീനിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിലൊരാൾ പെട്ടെന്ന് ഷിയ ഹാങ്ങിനോട് പറഞ്ഞു, ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. ഷിയ ഉടനെ ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ നമ്മൾ കണ്ടത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചില്ലേ? മാർഷൽ സെയിന്റായി മാറിയ ബ്ലാക്കിയുടെ ആ ഇടി മാർക്ക് ഫെല്ലർ എങ്ങനെ തടുത്തത്? ജിങ്ദു മൗണ്ടന് മുകളിൽ നടന്ന ആ ഫൈറ്റാണ് യഥാർത്ഥത്തിൽ ആ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ആ സ്ക്രീനിൽ ബ്ലാക്കിയുടെ ആ പഞ്ചിനെ മാർക്ക് ഫെല്ലർ തടുത്തപ്പോൾ ബ്ലാക്കി 4 സ്റ്റെപ്പ് പുറകിലോട്ട് തെറിക്കുന്ന കാഴ്ച കണ്ടതുകൊണ്ടാണ് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ ആ ശബ്ദം ആവശ്യപ്പെട്ടത്. ആ ശബ്ദത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ ഷിയ ഹാങ് ആ ശബ്ദത്തോട് പറഞ്ഞു, ഹൈറപ്സ് എനിക്കറിയത്തില്ല. ഷിയ ഹാങ് അങ്ങനെ പറഞ്ഞതും ബാക്കിയുള്ള ശബ്ദങ്ങൾ സംസാരിച്ചു തുടങ്ങിയാണ്. ശരിക്കും അതിശയമായിരിക്കുന്നല്ലോ. മാർക്ക് ഫെല്ലർ ഒരു ലേറ്റ് ലെവൽ മാർക്യൂസ് മാത്രമാണ്. പീക്ക് ലെവൽ മാർക്യൂസ് ആയിട്ട് അവൻ മാറിയിട്ട് പോലുമില്ല. അവൻ എങ്ങനെ ഒരു മാർഷൽ സെയിന്റിനെ ഇത്ര ശക്തമായി പഞ്ച് ചെയ്യാൻ കഴിഞ്ഞു? അതിശയം തന്നെ. അങ്ങനെ പറഞ്ഞ ആള് ഷിയ ഹാങ്ങിനോട് വീണ്ടും വീഡിയോ പ്ലേ ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഷിയ വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്തു. ആ വീഡിയോ തുടർന്ന് പ്ലേ ചെയ്തപ്പോൾ ആ 8 പേരും അമ്പരപ്പോടെ സ്ക്രീനിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും ആ 8 പേരുടെ ഭാഗത്തു നിന്നും ഒരു സൗണ്ടും ഇതിനിടയിൽ ഉണ്ടായില്ല. വീഡിയോ തീർന്നപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് ഷിയ ഹാങ്ങിനോട് ചോദിക്കുകയാണ്, ഷിയ എന്താ ആ കണ്ടത്? ആ മാർക്കിന് മുന്നിൽ 2 ഡെഡ് ബോഡി എങ്ങനെ വന്നത്? ഹൈറപ്സ് സത്യമായിട്ടും എനിക്കറിയത്തില്ല. ആ ഡെഡ് ബോഡികളെ കണ്ടാൽ അറിയാം അവർ അതിശക്തരാണെന്നും. ഈ ശക്തരായ ആളുകളുടെ ഡെഡ് ബോഡി മാർക്കിനെങ്ങനെ സ്വന്തമായി? ഹൈറപ്സിൽ ഒരാൾ അത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം കണ്ടതിന്റെ ഒരു പ്രതീതി ആ ശബ്ദത്തിലുണ്ട്. അപ്പോഴാണ് വേറൊരാൾ മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്. അല്ല, ആ ഡെഡ് ബോഡികൾ ആ പെൺകുട്ടിക്ക് മുന്നിൽ മുട്ടുകുത്തിയല്ലോ. ആരാ പെൺകുട്ടി? ഹൈറപ്സ് അത് മാർക്ക് ഫെല്ലർക്കൊപ്പമുള്ള ഒരു പെൺകുട്ടിയാണ്. ഷിയ ഹാങ്, അവള് ആരായാലും കൊള്ളാം. അവരെ എത്രയും പെട്ടെന്ന് ഇവിടെ ഈ മാർഷൽ ആർട്സ് അസോസിയേഷനിൽ കൊണ്ടുവരണം. നീ അവളെ പിടിച്ചുകൊണ്ട് വരണം. ഹൈറപ്സ് ക്ഷമിക്കണം, എന്നെ കൊണ്ട് കഴിയത്തില്ല. മാർക്ക് ഫെല്ലറെ തോപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഗ്രാനി ക്വിന്നും ബ്ലാക്കിയും അതിശക്തരാണ്. അവരെ 2 പേരെയും പരാജയപ്പെടുത്തിയ മാർക്ക് ഫെല്ലറെ പിടികൂടാൻ തന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഷിയ ഹാങ് ഉറപ്പിച്ചു പറഞ്ഞു. പെട്ടെന്ന് മറുഭാഗത്ത് ഒരു നിശബ്ദത ഉണ്ടായി. ശരിക്കും ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ആ നിശബ്ദത ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അവർക്കിടയിൽ നിന്ന് ഒരു ശബ്ദം, ഷിയ എന്നാലും നീ ആ പെൺകുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് മാർക്കിനെ ഇങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. ആ ശബ്ദം അത്രയും കൂടി പറഞ്ഞതും ഷിയ ഹാങ് ആ ശബ്ദത്തോട് ചോദിച്ചു, അല്ല ഹൈറപ്സ്, ശരിക്കും എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഹൈറപ്സ്, നിങ്ങൾ പേഴ്സണലായിട്ട് ഇടപെട്ടാൽ മാർക്കിനെ ഈസിയായി പിടികൂടാൻ പറ്റുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. പ്ലീസ് അതിനൊന്ന് ശ്രമിച്ചൂടെ? ഷിയ ഹാങ് ആ ചോദ്യം ചോദിച്ചതും ആ ഹൈറപ്സിന്റെ ശബ്ദം പൂർണ്ണമായി അങ്ങ് നിലച്ചു. ആ 8 പേരും പെട്ടെന്ന് നിശബ്ദരായി. ഏതാനും മിനിറ്റ് നേരം ആ നിശബ്ദത അങ്ങനെ തുടരുകയാണ്. അത് കണ്ടതും ഷിയ ഹാങ് അവരോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും അവിവേകമാണോ പറഞ്ഞത്? ഷിയ, തൽക്കാലം ഈ വിഷയം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഗ്രാനി ക്വിന്നിന് ഇനി തിരിച്ചു വരാൻ എത്ര നാൾ വേണ്ടിവരും? ഹൈറപ്സ്, മിനിമം 2 ആഴ്ചയെങ്കിലും വേണ്ടി വരുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഗ്രാനി ക്വിന്നും ബ്ലാക്കിയും ഇപ്പോഴും അബോധാവസ്ഥയിലാണ്. അവര് ബോധാവസ്ഥയിലേക്ക് വന്ന് അവരുടെ അസുഖമെല്ലാം ഭേദമാകാൻ മിനിമം 2 ആഴ്ചയെങ്കിലും എടുക്കുമെന്നാണ് ഡോക്ടേഴ്സ് ഷിയ ഹാങ്ങിനോട് പറഞ്ഞത്. ഷിയ ഹാങ് അത് അങ്ങനെ തന്നെ ആ ഹൈറപ്സിനെ ധരിപ്പിച്ചു. ഷിയ പറഞ്ഞത് കേട്ടതും ആ ഹൈറപ്സ് ഷിയോട് പറഞ്ഞു, ഓക്കെ ഷിയ, എന്നാൽ ഗ്രാനി ക്വിന്നിന്റെ പരിക്കുകൾ ഭേദമാകട്ടെ, അതിനുശേഷം നമുക്ക് മാർക്കിനെ നേരിടാം. അത്ര ദിവസം കൂടി അവൻ ജീവിച്ചിരിക്കട്ടെ. മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാനായി ഗ്രാനി ക്വിൻ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കാനാണ് ഷിയ ഹാങ്ങിനോട് ആ ഹൈറപ്സ് പറഞ്ഞത്. ഷിയ ഹാങ് ആ മീറ്റിംഗ് റൂമിൽ നിന്ന് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മുറിയിലേക്ക് നടക്കുമ്പോൾ മാർഷൽ ആർട്സ് അക്കാഡമിയിൽ മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, മീശ, എന്റെ ആ നിലവറ തകർന്നു പോയല്ലോ,
എനിക്ക് ഒരു പുതിയ സാധനം വാങ്ങണം. ഇപ്പൊ എവിടെ നിന്നാണ് അത് വാങ്ങാൻ പറ്റുക? മാർക്ക് അങ്ങനെ ചോദിച്ചപ്പോ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് വാങ്ങാൻ നമുക്ക് ആ പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സ് പോകേണ്ടി വരും. പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സ് എന്ന് കേട്ടപ്പോ മാർക്ക് മീശയോട് ചോദിച്ചു, മീശ, ആ പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിലെ ആ യങ് മാസ്റ്റർ അല്ലേ അന്ന് നമ്മൾ വിരട്ടിയത്? നമ്മളിനി അവിടെ ചെന്നാൽ അതൊരു പ്രശ്നമാവൂ? മാർക്ക്, അതെനിക്കറിയത്തില്ല. എന്തായാലും അവിടെ ഇതുപോലുള്ള മാന്ത്രിക സാധനങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നമുക്ക് അവിടെ പോകുന്നതാണ് നല്ലത്. മീശ അങ്ങനെ പറഞ്ഞതും മാർക്ക് മീശയ്ക്കൊപ്പം പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിലേക്ക് തിരിച്ചു. മാർക്ക് ഫെല്ലറും മീശയും കൂടി പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിലെത്തി. മാർക്ക് ഫെല്ലറും മീശയും കൂടി പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിലെത്തി അവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവര് ഒരു സ്റ്റാളിൽ നിന്ന് അടുത്ത സ്റ്റാളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മീശ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, അല്ല, ഈ മാന്ത്രിക നിലവറകളൊക്കെ വിൽക്കുന്ന സ്റ്റോൾ എവിടെയാ ഉള്ളത്? സർ, അത് ആ മുകളിലത്തെ നിലയിലാണ്. അങ്ങനെ താഴെയുള്ള സ്റ്റോളിലെ ആള് പറഞ്ഞതും മാർക്കും മീശയും കൂടി നേരെ മുകളിലെത്തി. അവര് മുകളിലേക്ക് എത്തിയതും അവര് ചെന്നുപെട്ടത് യങ് മാസ്റ്റർ യാങ് ലൂമാന്റെ മുന്നിലാണ്. പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിന്റെ യങ് മാസ്റ്റർ ലൂമാൻ മീശയും മാർക്കിനെയും കണ്ടതും വേഗം അവരുടെ അടുത്തേക്ക് വന്നു. ഏയ്, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഹലോ മിസ്റ്റർ യങ് മാസ്റ്റർ, ക്ഷമിക്കണം, അന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഞങ്ങളോട് ദേഷ്യപ്പെടരുത്. ഞങ്ങളിവിടെ ഒരു സാധനം പർച്ചേസ് ചെയ്യാമെന്നാണ്. ഏയ് മാർക്ക് ഫെല്ലർ, നിനക്ക് ഇവിടെ നിന്ന് ഒരു സാധനവും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് ഞങ്ങൾ സാധനം വിൽക്കുന്നില്ല. ഏയ് മിസ്റ്റർ ലൂമാൻ, നിങ്ങളുടെ ഈ ഹെവൻലി സീക്രട്സ് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയല്ലേ ഈ സ്റ്റോള് തുറന്നു വെച്ചിരിക്കുന്നത്? ഈ സാധനങ്ങൾ വിൽക്കില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എന്തിനാ? മാർക്ക് ഫെല്ലർ, നീ എന്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ ആ പാവയ്ക്ക എനിക്ക് തിരിച്ചു നൽകിയാൽ നമുക്ക് ചർച്ച ആരംഭിക്കാം. ആ പാവയ്ക്ക നീ എനിക്ക് മടക്കി തരാത്തിടത്തോളം കാലം നീയുമായി ഒരു കച്ചവടത്തിനും ഈ ഹെവൻലി സീക്രട്സ് തയ്യാറാകില്ല. പവലിയൻ ഓഫ് ഹെവൻലി സീക്രട്സിന്റെ ആ യങ് മാസ്റ്റർ അങ്ങനെ തീർത്തു പറയുമ്പോൾ അയാളുടെ പുറകിൽ ഏകദേശം 1 ഡസനോളം ചെറുപ്പക്കാർ അങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ശരിക്കും ശക്തരായ ഒരു ടീം. മാർക്ക് ഫെല്ലർ ആ യങ് മാസ്റ്റർ ലൂമാനെയും അവന്റെ പുറകെ നിൽക്കുന്ന ആളുകളെയും ഒന്ന് നോക്കിയിട്ട് ലൂമാനോട് പറഞ്ഞു, ഏയ്, നിങ്ങൾക്ക് ഞാനൊരു ബഹുമാനം നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് യങ് മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നത്. ആ ബഹുമാനത്തിന് നീ അർഹനല്ല എന്ന് നിന്റെ ഈ സംഭാഷണം വിളിച്ചു പറയുകയാണ്. നീ സാധനങ്ങൾ നൽകാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിവിടുന്ന് സാധനങ്ങൾ എടുക്കേണ്ടി വരും. ഏയ് മാർക്ക് ഫെല്ലർ, നീ വലിയ സംഭവമാണെന്നൊക്കെ സ്വയം വിചാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നീ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ഏറ്റുമുട്ടുന്ന കഥകളൊക്കെ ഞാനും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ മിസ്റ്റർ മാർക്ക് ഫെല്ലർ, ഇത് സ്ഥലം വേറെയാണ്. ഇത് ഹെവൻലി സീക്രട്സ് ആണ്. ഇവിടെ എന്ത് നടക്കണം എന്ന് നടക്കേണ്ടത് തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാണ്. അങ്ങനെ പറഞ്ഞിട്ട് അവന്റെ പുറകെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരെ ഒന്ന് നോക്കി. അതിശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുകളാണ് അവന്റെ പുറകിൽ അങ്ങനെ നിരന്നു നിൽക്കുന്നത്. അവന്മാർ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അതിലൊരാൾ ഉറക്കെ മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ഏയ് മിസ്റ്റർ മാർക്ക് ഫെല്ലർ, നിങ്ങളെക്കുറിച്ച് മാർഷൽ ആർട്സ് ഫോറത്തിൽ ഞാനും വായിക്കാറുണ്ട്. നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണുമ്പോഴൊക്കെ നിങ്ങളുമായി ഒന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ സത്യത്തിൽ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോ അതിനൊരു അവസരം വരികയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞ അതേ വാചകം മറ്റുള്ളവരും മനസ്സിൽ പറയുകയാണ്. ആ 12 പേരും സത്യത്തിൽ മാർക്ക് ഫെല്ലറുമായി ഒന്ന് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് അവരുടെ ആ ബോഡി ലാംഗ്വേജുകൾ വിളിച്ചു പറയുകയാണ്. പെട്ടെന്നാണ് ആ 12 ടീമും അവരുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തു തുടങ്ങിയത്. തങ്ങളൊരു സംഭവമാണെന്ന് എതിരാളിയായ മാർക്ക് ഫെല്ലർക്ക് ബോധ്യമാകണമെന്ന് ആ 12 പേർക്കും ഉദ്ദേശമുണ്ടെന്ന് വിളിച്ചു പറയുന്ന ശൈലിയിൽ അവര് ഇന്റേണൽ എനർജി റിലീസ് ചെയ്തു. സകലരും ലൈറ്റ് ലെവൽ മാർക്കിസ്റ്റുകളാണ്. അതിൽ ചിലരെങ്കിലും പീക്ക് ലെവൽ മാർക്കിസ്റ്റുമാണ്. ശക്തരായ 1 ഡസൻ മാർക്കിസ്റ്റുകളെ തന്റെ ഇടതും വലതുമായി നിരത്തി നിർത്തിയ യങ് മാസ്റ്റർ ലൂമാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാം ഇപ്പൊ നീ ഉള്ളിൽ ദുഃഖിക്കുന്നുണ്ടാവും. ഇവിടേക്ക് കയറി വരാൻ നീ എടുത്ത ആ തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ചായിരിക്കും നീ ഇപ്പോ ദുഃഖിക്കുന്നത്. മാർക്ക് ഫെല്ലർ, ഇപ്പോഴും നിനക്ക് ചാൻസ് ഉണ്ട്. നീ നിന്റെ ആ കയ്യിലുള്ള ആ പാവയ്ക്ക എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് എന്റെ കാലിൽ വീണും മാപ്പ് പറഞ്ഞാൽ നിന്നെ ഇനിയും ഞാൻ രക്ഷിക്കാം. അതിശക്തരായ ആ 1 ഡസൻ മാർക്കിസ്റ്റുകളുടെ കൂട്ട് അയാൾക്കുള്ളിടത്തോളം കാലം മാർക്ക് ഫെല്ലറെ തോൽപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് ലൂമാന് അറിയാവുന്ന കാര്യമാണ്. ലൂമാന്റെ ആ കോൺഫിഡൻസ് അവന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ നിരന്ന് നിൽക്കുന്ന ആളുകളേക്ക് ഒന്ന് നോക്കിയ മീശ
ലൂമാനോട് പറഞ്ഞു, മിസ്റ്റർ ലൂമാൻ, നിങ്ങൾ ആലോചിച്ചിട്ടാണോ മാർക്കിനെ നേരിടാൻ പോകുന്നത്? ഏയ്, നിന്നെ ഞാൻ നോട്ടമിട്ടതാണ്. നീയാണ് അന്ന് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മീശയോട് അങ്ങനെ ലൂമാൻ പറഞ്ഞതും മീശ പതുക്കെ അല്പം പുറകോട്ട് മാറി. ഏയ്, ഞാൻ ഈ വിഷയത്തിൽ തൽക്കാലം ഇടപെടുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മീശ പുറകോട്ട് മാറിയത്. മാർക്ക് ഫെല്ലർ ലൂമാനെ ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞ് മീശയോടായി പറഞ്ഞു, മീശ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി വെക്ക്. ഞാൻ യുവമാരുടെ കാര്യം ഒന്ന് ഡീൽ ചെയ്തോട്ടെ. ഓക്കെ മാർക്ക്, നമുക്ക് ആവശ്യമുള്ളത് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് തിരിഞ്ഞ് മീശ പല സാധനങ്ങളും ഒന്ന് നോക്കി തുടങ്ങിയാണ്. മീശയെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ശരിക്കും ഇപ്പോൾ ഒരു അതിശയം തോന്നും. മീശയുടെ തൊട്ടു പുറകിൽ ഒരു സംഘടന നടക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരാളായിട്ട് മീശ നമുക്ക് തോന്നുകയില്ല. അങ്ങനെ സംഭവമേ അവിടെ നടക്കുന്നതായിട്ട് മീശ നിരീക്ഷിക്കുന്ന ഒരാളും മനസ്സിലാക്കത്തുമില്ല. മീശ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാണ്. മീശയുടെ ആ ആറ്റിറ്റ്യൂഡ് ആ ഹെവൻലി സെക്രട്ടറിനെ യങ് മാസ്റ്ററേയും ഒന്ന് അമ്പരപ്പിച്ചു എന്ന് പറയാം. യങ് മാസ്റ്റർ യാങ് ലൂമാൻ സാധനങ്ങൾ സെർച്ച് ചെയ്യുന്ന, പരിശോധിക്കുന്ന മീശയെ ഒന്ന് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, നിന്നെപ്പോലെ തന്നെയാണ് നിന്റെ കൂട്ടുകാരൻ, അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവർ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കൂടെ നിൽക്കുന്ന ആളുകളെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവന്മാർ മുന്നോട്ട് കുതിച്ചു. ശരിക്കും ആ 1 ഡസൻ മാർക്സിസ്റ്റുകളും അവരുടെ ഇന്റേണൽ എനർജി അതിശക്തമായി റിലീസ് ചെയ്തിരിക്കുന്നുണ്ട്. ശക്തമായൊരു പ്രഷർ അവിടെ ഉണ്ട്. മാർക്ക് ഫെല്ലർ തന്റെ നേരെ കുതിച്ചു വരുന്ന ആ മാർക്സിസ്റ്റുകളെ ഒന്ന് നോക്കി. അതിനുശേഷം മാർക്കും മുന്നോട്ട് കുതിച്ചു. മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് ഓടിയെത്തിയായിരുന്ന ആ മാർക്സിസ്റ്റ് മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തിയതും ചാടി ഉയർന്ന് കൈ ഉയർത്തൊരു അറ്റിയാടി. അതേ സമയത്ത് ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് ഓടി അടുത്തുകൊണ്ടിരുന്ന മാർക്ക് ഫെല്ലർ ആ അടി തടുക്കാൻ നിൽക്കാതെ ഇടത് കൈകൊണ്ട് അവന്റെ വയർ ലക്ഷ്യമാക്കി ഒരു അറ്റയിടി. രണ്ടുപേരുടെ കൈകൾ ഒരേ നിമിഷത്താണ് ചലിച്ചെങ്കിലും മാർക്ക് ഫെല്ലറുടെ ആ ഇടത് കൈകൊണ്ടുള്ള പഞ്ച് ചാടി ഉയർന്ന് താഴേക്ക് അടിച്ച് ആ ചെറുപ്പക്കാരന്റെ വയറിന് തൊട്ട് മുകളിലായിട്ട് ആദ്യമേ ഒന്ന് സ്പർശിച്ചു. ശരിക്കും ആ ഇടി ആ വയറ്റിലേക്ക് കൊണ്ട് ആ നിമിഷത്തിൽ വായുവിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ കൈകൊണ്ട് മാർക്ക് ഫെല്ലറുടെ തലയെ ആഞ്ഞടിക്കുകയായിരുന്നു. മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ ആ കൈ എത്തിയപ്പോഴേക്കും മാർക്ക് ഫെല്ലറുടെ ഇടത് കൈ അവന്റെ വയറ്റിൽ സ്പർശിച്ചു കഴിഞ്ഞു. ആ നിമിഷത്തിൽ ഒരു ബോംബ് പൊട്ടും പോലെ ആ ചെറുപ്പക്കാരൻ മേൽക്കൂരയിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ആ ചെറുപ്പക്കാരൻ മേൽക്കൂരയിൽ ഇടിക്കുന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ തൊട്ടു മുന്നുള്ള ചെറുപ്പക്കാരനെ ചാടി ഒന്ന് ചവിട്ടിയിരുന്നു. മാർക്ക് ഫെല്ലർ ഇപ്പൊ സാധാരണഗതിയിൽ ഫിസിക്കൽ ബോഡി ഉപയോഗിച്ച് ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്ന ആളല്ല. ശരിക്കും സ്പിരിച്വൽ പവറാണ് മാർക്ക് ഫെല്ലർ ഉപയോഗിക്കുക. പക്ഷെ ഇപ്പോ ആ മുറിക്കുള്ളിൽ മാർക്ക് ഫെല്ലർ തന്റെ ബോഡി എത്രത്തോളം കരുത്താർജിച്ചെന്നറിയാൻ മനസ്സുകൊണ്ട് ഒന്ന് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഏതാനും നിമിഷങ്ങളിൽ നമ്മൾ അവിടെ കണ്ടത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ എക്സസൈസാണ്. മാർക്ക് ഫെല്ലർ ചാടി ഉയർന്ന് കാലുയർത്തി രണ്ടാമത് വന്ന മാർക്കൂസിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടപ്പോൾ അവന്റെ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുകയായിരുന്നു. ശരിക്കും മാർക്ക് ഫെല്ലറുടെ മുകളിലേക്ക് അതിശക്തമായി അടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു അവന്റെ ഭാഗത്തുണ്ടായത്. പക്ഷെ അവൻ ആ ആക്ഷൻ പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ വലത് കാല് അവന്റെ നെഞ്ചിൽ പതിച്ചിരുന്നു. ഇതേ നിമിഷം തന്നെ വലത് ഭാഗത്തുകൂടി മാർക്കിന്റെ തൊട്ടു പുറകിൽ 2 മാർക്യൂസുകൾ എത്തിയിരുന്നു. മാർക്ക് മുന്നിലുള്ള ആളെ ആഞ്ഞ് ചവിട്ടിയപ്പോഴേക്കും മാർക്കിന്റെ തൊട്ടു പുറകിൽ അവർ എത്തിയിരുന്നു. മുന്നോട്ട് ചാടി ഉയർന്ന മാർക്ക് ഫെല്ലർ ആ നിമിഷത്തിൽ തൊട്ടു പുറകിലുള്ള ആളിനെ കണ്ടു. ശരിക്കും വായുവിലേക്ക് ചാടി ഉയർന്ന മാർക്ക് ആ രണ്ടാമത്തെ വ്യക്തിയുടെ നെഞ്ചിൽ ചവിട്ടി ഒന്ന് കറങ്ങുന്ന കാഴ്ചയാണ് ഈ സമയത്ത് ആ യങ് മാസ്റ്റർ ലൂമാൻ കാണുന്നത്. വായുവിൽ ശരിക്കും ഒരു നർത്തകന്റെ അതേ മെയ്യനക്കത്തോടു കൂടി മാർക്ക് ഫെല്ലർ ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇടത് കാലുകൊണ്ട് തന്റെ തൊട്ടു പുറകിലെത്തിയ ആ മാർക്യൂസിന്റെ തല ലക്ഷ്യമാക്കി ഒരൊറ്റയാടി. ശരിക്കും ഫുട്ബോളിൽ കാലുകൊണ്ട് അടിക്കും പോലെ മാർക്കിന്റെ ഇടത് കാൽ പുറകിലെത്തിയ ആ മാർക്യൂസിന്റെ തലയിൽ പതിച്ചു. അപ്പോഴേക്കും മാർക്ക് ഏകദേശം ഒരു 180 ഡിഗ്രി ചരിഞ്ഞു കഴിഞ്ഞു. മാർക്കിന്റെ ഇടത് കാല് ആ മൂന്നാമന്റെ തലയിൽ പതിച്ച അതേ നിമിഷം തന്നെ മാർക്ക് ഫെല്ലറുടെ തൊട്ടു മുന്നിൽ ഒരാൾ എത്തപ്പെട്ടിരുന്നു. മാർക്ക് തറയിലേക്ക് ലാൻഡ് ചെയ്യുമ്പോഴേക്കും മാർക്കിന്റെ വലത് കൈ അവന്റെ താടിയിൽ ശക്തമായി പതിച്ചിരുന്നു. ശരിക്കും ഒരു സർക്കുലർ മോഷനാണ് മാർക്ക് ഫെല്ലർ അവിടെ പൂർത്തീകരിച്ചത്. മാർക്കിന്റെ ആ ആക്ഷൻ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് സംഭവിച്ചത്. ശരിക്കും മാർക്ക് ഒരു സർക്കുലർ മോഷൻ പൂർത്തീകരിച്ചപ്പോൾ 4 ആളുകൾ 4 ദിശയിൽ തെറിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ തൊട്ടുപുറകെ ഓടിയെത്തിയ ബാക്കി 8 പേരും
പെട്ടെന്ന് ഒന്ന് സ്തംഭിച്ചതുപോലെ നിന്നു പോവുകയാണ്. അവരുടെ മുന്നിൽ ഓടിയ 4 പേരാണ് ഇപ്പോ 4 ദിശയിൽ 4 ശൈലിയിൽ കിടക്കുന്നത്. അതിൽ എത്ര പേർക്ക് ജീവനുണ്ടെന്നോ എത്ര പേർ മരിച്ചെന്നോ ഒരു പിടിയുമില്ലാത്ത ഒരു നിമിഷം. അവരങ്ങനെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ മാർക്ക് ഫെല്ലർ മുകളിലിടിച്ച് താഴെ വീണ ആ ചെറുപ്പക്കാരന്റെ ബോഡിയിൽ ചവിട്ടി ഒന്ന് മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. മാർക്കിന് ഒരു വല്ലാത്ത ആവേശം വന്നിരിക്കുകയാണ്. ശരിക്കും ഫിസിക്കൽ ബോഡി ഉപയോഗിച്ചുള്ള ഒരു ഫൈറ്റ് മാർക്ക് നടത്തിയിട്ട് കാലം കുറേയായി. അതുകൊണ്ട് തന്നെ മാർക്ക് ആ കിട്ടിയ അവസരം വിനിയോഗിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ തന്റെ തൊട്ടു മുന്നിലുള്ള ആ ചെറുപ്പക്കാരന്റെ മുട്ടുകാല് ലക്ഷ്യമാക്കി കാലൊന്നുയർത്തി ആഞ്ഞൊരൊറ്റ ചവിട്ട്. മാർക്ക് എങ്ങനെയാണ് തന്നെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ ആലോചിക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ മുട്ടുകാലിൽ മാർക്ക് ഫെല്ലറുടെ കാല് ആഞ്ഞു പതിച്ചു കഴിഞ്ഞിരുന്നു. ശക്തമായ ആ ചവിട്ടിൽ അവന്റെ മുട്ടുകാല് ഒടിയുന്ന ശബ്ദം കിറുകിറന്ന് അവിടെ കേൾക്കുന്ന ആ നിമിഷത്തിൽ പലരുടെ ശ്രദ്ധ ആ ചെറുപ്പക്കാരിലേക്ക് വരുമ്പോഴേക്കും മാർക്ക് ഇടതുവശത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരന്റെ തലയും തൊട്ടടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ തലയും പിടികൂടിയിരുന്നു. അവര് യഥാർത്ഥത്തിൽ ആ മിഡിൽ ലെവലിൽ നിന്ന ആള് മുട്ടിടിച്ച് താഴെ വീഴുന്ന ഭാഗത്തേക്ക് ഒന്ന് നോക്കിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനു മുന്നേ സങ്കല്പിക്കാനാവുന്നതിനേക്കാൾ വേഗത്തിൽ മാർക്ക് ഫെല്ലർ അവിടെ മുന്നിലെത്തുകയും ആ 2 തലകളിൽ പിടിക്കുകയും ചെയ്തു. 2 തലയും പിടിച്ച മാർക്ക് ഫെല്ലർ 2 കൂട്ടി ഒരൊറ്റ ഇടി. ശരിക്കും മാർക്ക് ഫെല്ലർ ആ 2 തലകളും കൂട്ടിയിടിക്കുമ്പോൾ രക്തം അവിടെ പൊട്ടിച്ചിതറുകയാണ്. ഏതാനും സെക്കൻഡുകളോട് കഴിഞ്ഞതും ബാക്കിയുള്ള കക്ഷികളൊക്കെ താഴെ വീണു. ഇപ്പോൾ അവശേഷിക്കുന്നത് ആ യങ് മാസ്റ്റർ സാക്ഷാൽ യാങ് ലൂമാൻ മാത്രമാണ്. അവൻ ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ആ 1 ഡസൻ മാർക്സിസ്റ്റുകളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ വെല്ലുവിളിക്കാൻ അവൻ തയ്യാറായത്. പക്ഷെ ആ മാർക്സിസ്റ്റുകൾക്ക് 2 മിനിറ്റ് പോലും മാർക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ആ യാഥാർത്ഥ്യം ഇപ്പോ ആ യങ് മാസ്റ്റർ ലൂമാൻ അറിയാം. അവൻ നിന്ന് വിറയ്ക്കുകയാണെങ്കിലും അവൻ ഹെവൻലി സീക്രട്സിന്റെ യങ് മാസ്റ്റർ എന്നുള്ള ബോധ്യം അവനുള്ളത് കൊണ്ട് അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്തായി കാണിച്ചത്? നിന്നെ ഇതിനൊരു പാഠം പഠിപ്പിക്കും. അങ്ങനെ അവൻ പറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ അവന്റെ തൊട്ടടുത്തെത്തി. മാർക്ക് അവന്റെ തൊട്ടടുത്തെത്തിയതും അവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്ത് ചെയ്യാൻ പോകുന്നു? അവന്റെ ആ ചോദ്യം പൂർത്തിയാകുന്നതിന് മുന്നേ മാർക്കിന്റെ കൈ അവന്റെ കവിളിൽ ആഞ്ഞു പതിക്കുകയും ചെയ്തു. നിനക്ക് നല്ല അടിയുടെ കുറവുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ അവനെ ആഞ്ഞു തല്ലിയത്. അടിയേറ്റ് യങ് മാസ്റ്റർ ലൂമാൻ ശരിക്കും കറങ്ങി താഴേക്ക് വീണു. അവനൊരു മാർക്വിസാണ്. ഒരു മാർക്വിസായി അവൻ എമർജ് ചെയ്തപ്പോൾ അവൻ ഈ ഭൂമിയിൽ ഏറ്റവും ശക്തനാണെന്ന് സ്വയം ധരിച്ചു പോയ ഒരാൾ കൂടിയാണ്. അവനെയാണ് മാർക്ക് ഫെല്ലർ ഒറ്റയടിക്ക് തറയിൽ തള്ളിയിട്ടിരിക്കുന്നത്. തറ വീണ അവനെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് അവനോട് പറഞ്ഞു, ഞാൻ ഇവിടെയുള്ള ചില സാധനങ്ങൾ എടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ നോക്കിയത് മാന്ത്രിക നിലവറകൾ നിരത്തി വെച്ചിരിക്കുന്ന ഷെൽഫിലേക്കാണ്. പല ശൈലിയിലുള്ള മാന്ത്രിക നിലവറകളാണ് അവിടെ ഇരിക്കുന്നത്. പേനയുടെ ആകൃതിയിൽ, ബ്രേസ്ലെറ്റിന്റെ ആകൃതിയിൽ, ശംഖിന്റെ ആകൃതിയിൽ, ബെൽറ്റിന്റെ ആകൃതിയിൽ, അങ്ങനെയൊക്കെയുള്ള പല ശൈലിയിലുള്ള മാന്ത്രിക നിലവറകൾ അവിടെ ഉണ്ട്. ആ മാന്ത്രിക നിലവറകളിലേക്ക് നോക്കിയ മാർക്കിന്റെ കണ്ണ് വന്ന് ഉടക്കി നിന്നത് ഒരു മോതിരത്തിലാണ്. അതിൻ്റെ സൈഡിലുള്ള ഷീറ്റിൽ ആ മോതിരത്തിന്റെ പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് കപ്പാസിറ്റി ഉള്ള ഒരു മോതിരമാണ് അതെന്ന് കണ്ടതും മാർക്ക് ഫെല്ലർ ആ മോതിരം എടുത്ത് വിരലങ്ങടിഞ്ഞു. ഈ സമയമായപ്പോൾ മീശ മാർക്കിനടുത്തേക്ക് മടങ്ങി വന്നു. മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് പറ്റിയ ചില സാധനങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മീശ അതൊക്കെ എടുക്ക്. മാർക്ക്, അതൊക്കെ ഞാൻ എപ്പോഴേ എടുത്തു. അവിടെ ആ ഫൈറ്റ് നടക്കുന്ന സമയത്ത് മീശയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മീശയുടെ നിലവറിലേക്ക് മാറ്റി കഴിഞ്ഞു എന്നാണ് മീശ പറഞ്ഞതിൻ്റെ അർത്ഥം. മാർക്ക് തറയുന്ന എണീറ്റ് യങ് മാസ്റ്റർ ലൂമാനോട് പറഞ്ഞു, ലൂമാൻ, ഞങ്ങൾ ഇവിടെ നിന്ന് ചില സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നെടുത്ത സാധനങ്ങൾക്ക് വില തരണമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷെ നീ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി ആളുകളെ കൊണ്ടുവരികയും അവരെ കൊണ്ട് ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തതുകൊണ്ട് ഞങ്ങൾ പണമൊന്നും നൽകുന്നില്ല. ഓക്കെ യങ് മാസ്റ്റർ ലൂമാൻ, നമുക്ക് വീണ്ടും കാണാം. അത്രയും പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ മേശയുമായി അവിടുന്ന് പുറത്തിറങ്ങി. മാർക്ക് ഫെല്ലറും മേശയും അവിടെ നിന്ന് പുറത്തിറങ്ങി ഏകദേശം ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞാണ്. അപ്പോഴാണ് ആ ഹെവൻലി സീക്രട്സിന്റെ പവലിയൻ മാസ്റ്റർ സാക്ഷാൽ ലൂമാൻ അങ്ങോട്ട് വരുന്നത്. ലൂമാൻ ആ ഹാളിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെയുള്ള കാഴ്ചകൾ ശരിക്കും അയാളെ ഞെട്ടിപ്പിച്ചു. ആ ഹാളിനകത്ത് ഒരു സംഘടന നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. അവിടെ അനവധി ബോഡികൾ കിടക്കുകയാണ്.
പല ബോഡികൾക്കും ഒരു അനക്കവുമില്ല. അവരൊക്കെ മരണപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ആ ബോഡികൾക്ക് നടുവിലായി നിശ്ചലനായി നിൽക്കുകയാണ് സാക്ഷാൽ യങ് മാസ്റ്റർ ലൂമാൻ. അത് കണ്ടതും അവന്റെ പിതാവ് ഓടി അവന്റെ അടുത്തേക്ക് വന്നു. ഏയ് മോനെ, എന്താ സംഭവിച്ചേ? അവന്റെ അച്ഛന്റെ ശബ്ദം കേട്ടപ്പോഴാണ് യങ് മാസ്റ്റർ ലൂമാന് സ്വബോധം വീണ്ടും കിട്ടിയത്. അവൻ പെട്ടെന്ന് അവന്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇതൊക്കെ ചെയ്ത് ആ മാർക്ക് ഫെല്ലറാണ്. അച്ഛാ, അവനൊരു പാഠം പഠിപ്പിക്കണം അച്ഛാ. ഹെവൻലി സീക്രട്സിന്റെ പൗലിയൻ മാസ്റ്ററോട് അദ്ദേഹത്തിന്റെ മകൻ അങ്ങനെ പറഞ്ഞതും ആ പൗലിയൻ മാസ്റ്റർ അയാളുടെ മകനോട് ചോദിച്ചു, ഏയ്, നീ നടന്ന സംഭവം എന്താണെന്ന് പറ. തന്റെ മകൻ സാധാരണഗതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മിടുക്കനാണെന്നുള്ള കാര്യം അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത്. ഹെവൻലി സീക്രട്സിന്റെ പൗലിയൻ മാസ്റ്റർ ലൂമാൻ മകനോട് നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറയാൻ ആവശ്യപ്പെട്ടതും അവൻ സംഭവങ്ങളെല്ലാം അയാളോട് പറഞ്ഞു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും ലൂമാൻ തന്റെ മകനോട് പറഞ്ഞു, ഷേ, എന്നാലും നിന്നെ അവൻ തല്ലിയല്ലേ? അച്ഛാ, അവൻ തല്ലിയെന്ന് മാത്രമല്ല അച്ഛാ, ഇവിടുന്ന് പല സാധനങ്ങളും അവൻ എടുത്തുകൊണ്ട് പോയി. അച്ഛാ, അവിടെ ഇരുന്ന് ആ റിങ്ങും കൊണ്ടുപോയി. ഏത് റിങ്? അച്ഛാ, ആ മാജിക് നിലവറ. ഏയ്, അവനത് കൊണ്ടുപോയോ? നീ അത് കൊടുത്തു അവന്? അച്ഛാ, ഞാൻ കൊടുത്തല്ല അച്ഛാ, അവനത് എടുത്തോണ്ട് പോയതാണ്. ഏയ് യാങ്, അത് ശരിയാവത്തില്ല. അത് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല. നീ അത് അവന് തിരിച്ചു വാങ്ങണം. അച്ഛാ, തിരിച്ചു വാങ്ങാനോ? എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്നുള്ള എന്തെങ്കിലും സാധനങ്ങൾ നീ അവനെ കൊണ്ട് കൊടുത്തിട്ട് അവനോട് സോറി പറഞ്ഞിട്ട് അവൻ്റെ ആ റിങ് തിരിച്ചു വാങ്ങും. ആ റിങ് നമുക്ക് കിട്ടിയേ പറ്റൂ. ആ റിങ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്. മാന്ത്രിക നിലവറകൾ വിൽക്കാൻ വെച്ചിരുന്നതിന്റെ കൂട്ടത്തിൽ അയാൾ വിൽക്കാൻ വെച്ചിരുന്നത് തന്നെയാണ് ആ നിലവറ. പക്ഷെ ആ നിലവറ അങ്ങനെ അങ്ങ് ഫ്രീ ആയി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നതാണ് ഹെവൻലി സീക്രട്സിന്റെ ആ പൗലിയൻ മാസ്റ്റർ പറയുന്നത്. ഒരു ഭാഗത്ത് കഥ എങ്ങനെ നടക്കുമ്പോൾ മാർക്ക് ഫെല്ലറും മീശയും കൂടി അവരുടെ വീട്ടിൽ മടങ്ങിയെത്തിയ അതേ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർക്ക് ഒരു കോള് വരുന്നത്. കോള് വിളിച്ചത് ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയൻ മാസ്റ്ററാണ്. പൗലിയൻ മാസ്റ്ററുടെ നമ്പർ കേട്ടതും മാർക്ക് സന്തോഷത്തോടെ ഫോൺ എടുത്തു. പൗലിയൻ മാസ്റ്റർ, എന്താ വിശേഷം? ഹേയ് മാർക്ക്, നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല ധരിച്ചത്. പൗലിയൻ മാസ്റ്റർ, അങ്ങ് എന്താ പറയുന്നത്? മാർക്ക്, നിനക്ക് ഈ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലെ വെയർ ഹൗസ് വിട്ടുതരാൻ ഞാൻ സമ്മതിച്ചപ്പോൾ നീ എനിക്കൊരു വാക്ക് നൽകിയിരുന്നു. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമെന്ന് ഏറ്റിരുന്നു. അത് മറന്നുപോയോ? പൗലിയൻ മാസ്റ്റർ, സോറി, യഥാർത്ഥത്തിൽ തിരക്കിലായി പോയതുകൊണ്ട് അത് വിട്ടുപോയതാണ്. ഏയ് മാർക്ക് ഫെല്ലർ, നീ ആ ലാരി ഹോംസിന് കൊടുത്ത വാക്കും പാലിച്ചില്ലല്ലോ. പൈറോയുടെ ഗോഡ് ഓഫ് വാർ ലാരി ഹോംസിന് മാർക്ക് ഫെല്ലർ ഒരു കാര്യം ഉറപ്പു കൊടുത്തിരുന്നു. പൈറോയിലെ സൈന്യത്തിന് ആവശ്യമായ ആ പ്രത്യേക ഗുളിക ഉണ്ടാക്കാൻ മാർക്ക് സഹായിക്കാമെന്നാണ് ലാരി ഹോംസിന് കൊടുത്തിരുന്ന വാക്ക്. മാർഷൽ ആർട്ടിസ്റ്റുകളുടെ അതേ കപ്പാസിറ്റി സൈന്യത്തിലെ ഓരോ പഠനം ഉണ്ടാക്കി കൊടുക്കാൻ മാർക്കിന്റെ ആ ഗുളിക വഴി കഴിയും. മാർക്ക് പക്ഷേ അന്ന് കൊടുത്ത വാക്ക് മറന്നുപോയി എന്നുള്ളതാണ് സത്യം. മാർക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് ശരിക്കും അത്തരം കാര്യങ്ങൾ മാർക്കിന്റെ മനസ്സിൽ തങ്ങി നിൽക്കാത്തതാണ്. ലാരി ഹോംസിന്റെ കാര്യം കേട്ടപ്പോൾ മാർക്ക് ആകെ വല്ലാണ്ടായി. ഏയ് മാർക്ക്, നീ ഉടൻ തന്നെ ഇങ്ങോട്ട് വാ. ഇവിടെ ജിയാങ് ഹി ഉണ്ട്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണമെന്ന് പൗലിയൻ മാസ്റ്റർ പറഞ്ഞതും മാർക്ക് ഫെല്ലർ സമ്മതിച്ചു. മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഞാൻ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലേക്ക് പോകാൻ പോവുകയാണ്. മാർക്ക്, അങ്കിൽ ഞാനും വരുന്നു. ഹേയ് മീശ, ആവശ്യമില്ലാത്ത വൃത്തികളൊന്നും കാണിക്കരുത്. അവിടെ പൗലിയൻ മാസ്റ്ററുടെ പിതാമഹന്മാരുടെയൊക്കെ ശവക്കല്ലറകളെ കാണും. അതൊന്നും പോയി കുഴിക്കരുത്. ഏയ് മാർക്ക്, എനിക്ക് അക്കാര്യമൊക്കെ അറിയത്തില്ലയോ? ഞാൻ അവിടെ വരണമെന്ന് പറഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല. ഞാൻ ഈ ജോഗ്രഫിയും കൂടി പഠിക്കുന്ന ആളാണല്ലോ. എൻ്റെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയൻ ഇരിക്കുന്ന സ്ഥലം നേരത്തെ ഒരു വൻ യുദ്ധത്തിന് വിധേയമായ സ്ഥലമാണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളിൽ പലരും ആ ഭൂമിയിൽ വെച്ചാണ് മരണപ്പെട്ടത്. എന്തെങ്കിലുമൊക്കെ അവിടെ തിരഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കൊരു തോന്നൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനകത്ത് മീശയ്ക്ക് താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് മീശ പറഞ്ഞപ്പോൾ മാർക്ക് പിന്നെ അതിൽ തടസ്സം പറയാൻ നിന്നില്ല. മീശയും മാർക്കും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ ഫോണിൽ ഷിയ ഹാങ്ങിന്റെ കോള് വന്നു. മാർക്ക് മാറി നിന്ന് കോൾ അറ്റൻഡ് ചെയ്തതും ഷിയ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് നിന്നെ അത്യാവശ്യമായി കാണണം. എന്താ പ്രശ്നം? മാർക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് എമിലിയുമായി കണക്റ്റഡ് ആണ്. നീ റെഡി ആയിക്കോ. നീ വരേണ്ട സ്ഥലം ഞാനിപ്പോൾ നിന്നെ മെസ്സേജ് വഴി അറിയിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഷിയ ഹാങ് ഫോൺ കട്ട് ചെയ്തു. വളരെ സീരിയസ് ആയ എന്തോ കാര്യം മാർക്ക് ഫെല്ലറോട് ഷിയ ഹാങ്ങിന് പറയാനുണ്ട്. ആ കാര്യം എമിലി ബ്ലാക്കുമായി കണക്റ്റഡ് ആണെന്നുകൂടി കേട്ടതോടുകൂടി മാർക്ക് ഫെല്ലർ പൗലിയൻ മാസ്റ്റർ വിളിച്ചു. പൗലിയൻ മാസ്റ്റർ, എനിക്ക് ചില അത്യാവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ എത്തത്തുള്ളൂ.
അന്ന് തന്നെ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിനിൽ എത്തണമെന്ന് പൗലിൻ മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞതാണ്. മാർക്ക് പിറ്റേന്ന് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പൗലിൻ മാസ്റ്റർ അനുവദിച്ചു. അന്ന് ഏകദേശം രാത്രി 8 മണിയാകാറായപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് മുറിയിൽ നിന്ന് ഷിയ ഹാങ് പുറത്തിറങ്ങി. ഷിയ നടന്ന് റോഡിന് പുറത്തെത്തി. ഷിയ ഹാങ് റോഡിൽ നിന്ന് സാധാരണഗതിയിൽ വലത് ഭാഗത്തേക്കാണ് നടക്കേണ്ടത്. അങ്ങോട്ടാണ് അയാളുടെ വസതി. ഷിയ പക്ഷേ അന്ന് ഇടതു ഭാഗത്തേക്കാണ് നടന്നത്. പ്രസിഡന്റ് ഷിയ ഹാങ് ഇടതു ഭാഗത്തേക്ക് നടന്നു പോകുന്ന കണ്ട ഒരാൾ അയാളുടെ മൊബൈൽ ഫോണിലൂടെ ഒരാളോട് വിളിച്ചു പറഞ്ഞു, പ്രസിഡന്റ് ഷിയ ഹാങ് ഇന്ന് വീട്ടിലേക്കല്ല പോകുന്നത്. അതിന് മറുപടിയായി ഫോണിന്റെ മറുതലക്കിലുള്ള ആള് അയാളോട് പറഞ്ഞു, നീ ഷീ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു ഫോൺ സംഭാഷണം നടക്കുന്ന കാര്യം അറിയാത്ത ഷിയ ഹാങ് നടന്നെത്തിയത് ജിങ്ദു മൗണ്ടനിലാണ്. മാർക്ക് ഫെല്ലറും ബ്ലാക്കിയും കൂടി ഏറ്റുമുട്ടിയ അതേ മലയിലേക്കാണ് ഷിയ ഹാങ് നടന്നെത്തിയത്. ആ ഭാഗത്ത് വേറെ ആളുകളൊന്നുമില്ല, നല്ല ഇരുട്ടുമുണ്ട്. മാർക്ക് ഫെല്ലറോട് ഷിയ ഹാങ് മെസ്സേജ് വഴി അറിയിച്ച അതേ സ്പോട്ടിൽ ഷിയ ഹാങ് എത്തി അങ്ങനെ കാത്തിരിക്കുകയാണ്. ഷിയ ഹാങ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഷിയെ ഫോളോ ചെയ്ത് വന്ന ആള് അല്പം മാറി ഒരു മരത്തിന്റെ ചുവട്ടിൽ സ്ഥലം പിടിച്ചു. ആ വ്യക്തി പർപ്പിൾ കളറിലെ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ഒരു പർപ്പിൾ വസ്ത്രധാരി ഷിയ ഹാങ്ങിനെ ഫോളോ ചെയ്യുകയാണ്. ഷിയ ഹാങ്ങിനെ ഫോളോ ചെയ്ത ആ വ്യക്തി നിശബ്ദനായി ഷിയ ഹാങ്ങിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ദൂരെ നിന്ന് മാർക്ക് ഫെല്ലർ നടന്നു വരുന്നത് അയാളുടെ ദൃഷ്ടിപ്പെട്ടത്. ഷിയ ഹാങ്ങിന്റെ അടുത്തേക്ക് മാർക്ക് ഫെല്ലർ നടന്നു വരുന്നത് കണ്ടതും അവൻ അറിയാതെ വാ പൊളിച്ചു പോവുകയാണ്. പ്രസിഡന്റ് ഷിയ ഹാങ്ങും മാർക്കും സുഹൃത്തുക്കളാണ്. ഷിയ ഹാങ് ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ ചതിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്തയാണ് ആ പർപ്പിൾ വേഷധാരിയുടെ മനസ്സിലേക്ക് വന്നത്. ആ ചിന്ത വന്നതും അയാളുടെ മൊബൈൽ ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി. ദൂരന്ന് നടന്നു വരുന്ന മാർക്ക് ഫെല്ലറെയും ഷിയ ഹാങ്ങിനെയും ഒറ്റ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ അയാൾ ശ്രമിക്കുന്നത്. അയാൾ ആ വീഡിയോ മോഡ് ഓണാക്കി പിടിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ഷിയയ്ക്ക് അടുത്തേക്ക് നടന്നു വരികയാണ്. മാർക്ക് ഫെല്ലറും ഷിയയും തമ്മിലുള്ള അകലം ഏകദേശം ഒരു 6 അടി ആകാറായതും മാർക്ക് പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് മാർക്ക് അങ്ങനെ നിന്നതും ഷിയ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്തു പറ്റി? ഷിയ നീ എന്നെ ഇടിക്ക്. മാർക്ക് എന്താ പറഞ്ഞേ? ഷിയ എന്നെ ഇടിക്കാൻ. മാർക്ക് ഫെല്ലർ ശബ്ദം താഴ്ത്തി അങ്ങനെ പറയുമ്പോൾ ഷിയ ഒരു പിടിയും കിട്ടാതെ മാർക്കിനെ തന്നെ നോക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ മുന്നോട്ട് കുതിച്ച് മാർക്ക് ഫെല്ലർ കൈ നിവർത്തി ഒരൊറ്റ ഇടിയേറ്റ് ഷിയ ഹാങ് നിന്ന സ്ഥലത്തുനിന്ന് തെറിച്ച് ആ മൈതാനത്തിന്റെ മധ്യത്തിൽ വന്ന് വീണു. മാർക്ക് ഫെല്ലറും ബ്ലാക്കും കൂടി ഏറ്റുമുട്ടിയ അതേ സ്ഥലത്തേക്ക് ഷിയ ഹാങ് വന്ന് വീണത്. മാർക്കിന്റെ അതിശക്തമായ ഇടി ശരിക്കും ഷിയ അമ്പരപ്പിക്കുകയും അതേസമയം വേദനിപ്പിക്കുകയും ചെയ്യുകയാണ്. ഷിയ ഹാങ് ഒരു മാർക്വിസാണ്, പക്ഷേ മാർക്ക് ഫെല്ലർ ഒരു ലേറ്റ് ലെവൽ മാർക്വിസാണ്. ലേറ്റ് ലെവൽ മാർക്വിസ് ആണെങ്കിലും പീക്ക് ലെവൽ മാർക്വിസിനേക്കാൾ ശക്തി മാർക്ക് ഫെല്ലർക്കുണ്ട്. അക്കാര്യം ഷിയ ഹാങ്ങിന് അറിയാം. തെറിച്ചു വീണ ഷിയ ഹാങ് അമ്പരപ്പോടെ അവന്റെ വയറിൽ ഒന്ന് പൊത്തിപ്പിടിച്ചു പോവുകയാണ്. മാർക്ക് ഷിയുടെ വയറ്റിലേക്കാണ് ആഞ്ഞിടിച്ചത്. ഷിയുടെ വായിന്ന് ശരിക്കും ചോര വരുന്നുണ്ട്. ഷിക്ക് ഒരു പിടിയില്ല, മാർക്ക് ഫെല്ലർ എന്തിനാ തന്നെ ഇടിക്കുന്നത്. അങ്ങനെ ഷിയ ആലോചിക്കുമ്പോഴേക്കും ഷിയുടെ അടുത്തേക്ക് നടന്നെത്തിയ മാർക്ക് ഉറക്കെ ഷിയോട് പറഞ്ഞു, ഷിയ ഹാങ്, നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എന്നെ ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്? നീ എന്താ ഒരു തവണ എന്നെ പിടികൂടിയെന്ന് കരുതി എപ്പോഴും അത് ചെയ്യാന്ന് കരുതിയ? നേരത്തെ ഒരു തവണ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ മാർക്ക് ഫെല്ലറെ പിടികൂടിക്കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് ഷിയ ഹാങ് ആണല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ഷിയുടെ കോളർ പിടിച്ച് പൊക്കിയെടുത്തൊരൊറ്റ കയറി. ഷിയ ഹാങ് വന്ന് വീണത് ആ പർപ്പിൾ വേഷധാരി ഒളിച്ചിരുന്ന ആ മരത്തിന്റെ അടുത്താണ്. ഒരു ശബ്ദത്തോടുകൂടി ഷിയ ഹാങ് താഴെ വീഴുമ്പോൾ മരത്തിന്റെ പുറകിൽ പതുങ്ങി ഇരിക്കുകയായിരുന്ന ആ പർപ്പിൾ വേഷധാരി ചാടി എണീറ്റൊരു ഒറ്റ ഓട്ടം. മാർക്ക് ഫെല്ലർ ഷിയെ ഫോളോ ചെയ്ത് ഷിയ വീടിനടുത്തേക്ക് ഓടിയെത്തുമെന്ന് ആ പർപ്പിൾ വേഷധാരിക്ക് അറിയാം. അതുകൊണ്ടാണ് അയാൾ തറ തൊടാതെ ഓടിയത്. ആ ഓടിപ്പോകുന്ന മനുഷ്യൻ കണ്ണിന്ന് മറയുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ഷിയുടെ അടുത്തെത്തി. മാർക്ക് തറയിൽ വീണെടുക്കുന്ന ഷീ എടുത്ത് അവിടെ ഇരുത്തിയതിനു ശേഷം ഷീയുടെ നെഞ്ചിലേക്ക് കൈവച്ചു. ഏകദേശം 10 മിനിറ്റ് നേരം മാർക്ക് ഫെല്ലറുടെ കയ്യിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഷിയുടെ ബോഡിയിലേക്ക് കയറി.
ആ സ്പിരിച്വൽ എനർജി ഷീയുടെ ബോഡിയിലേക്ക് കയറി ഷീയുടെ ഇന്റേണൽ പരിക്കുകളൊക്കെ ഭേദമാക്കി ഷീയുടെ ആ ബോഡി റീകൂപ്പ് ചെയ്തെടുത്തതിന് ശേഷം മാർക്ക് ഫെല്ലർ ഷിയോട് പറഞ്ഞു, ഷിയ സോറി. ഏയ് മാർക്ക്, എന്താ സംഭവിച്ചത്? ഷിയ, നിന്നെ നിരീക്ഷിക്കാനായി ഒരു പർപ്പിൾ വേഷധാരി ഈ മരത്തിന്റെ പുറകിൽ പതുങ്ങിയിരിക്കുകയായിരുന്നു. അവൻ നിന്നെ നിരീക്ഷിക്കാൻ ഇവിടെ എത്തിയെങ്കിൽ നീ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പർപ്പിൾ വേഷധാരി ആ മരത്തിന്റെ പുറകിൽ ഷിയ ഹാങ്ങിനെ നിരീക്ഷിക്കാൻ എത്തിയെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഷീക്ക് മാർക്ക് പറഞ്ഞത് മനസ്സിലായി. മാർക്ക്, ആരായാൽ? ഷിയ, അത് നീ കണ്ടുപിടിക്കണം. അവൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനും നീയും കൂടി സംസാരിക്കുന്ന രംഗം ഷൂട്ട് ചെയ്യാൻ അവൻ റെഡിയായിരിക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു സംശയം വന്നു കാണും. ഞാൻ നിന്നെ തല്ലുമ്പോൾ അവൻ ഭയന്ന് ഓടുകയായിരുന്നു. മാർക്ക്, പക്ഷേ ഒരു വിഷയമുണ്ടല്ലോ. എന്താ ഷിയ? മാർക്ക് എന്നെ കൊല്ലാതിരുന്നാൽ ആൾക്ക് സംശയം ഉണ്ടാവില്ലേ? ഷിയ, അതിന് ഒരു പണിയുണ്ട്. നീ ജിന്ദു മാർഷൽസ് അസോസിയേഷനിൽ മടങ്ങിയെത്തിയാൽ എനിക്ക് നൽകാൻ വേണ്ടി കുറെ ഹെർബ്സ് കളക്ട് ചെയ്യണം. നിങ്ങളുടെ സ്റ്റോറിലുള്ള ഹെർബ്സ് ഒക്കെ എടുക്കുക. നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എനിക്ക് ഹെർബ്സ് നൽകുകയാണെന്ന് കാണുന്നവരോടൊക്കെ പറയണം. ആളുകൾക്കത് ബോധ്യമാകണം. അതിനിടയിൽ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം. ആരാണ് ഈ ചാരനെ ഇങ്ങോട്ട് അയച്ചെന്ന് നീ കണ്ടുപിടിക്കണം. ആരോ ഒരാൾ നിനക്ക് പണി തരാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഗ്രാനി ക്വിന്നും ബ്ലാക്കിയും ശരിക്കും അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരുമല്ല ഈ വിഷയത്തിന്റെ പിന്നിലെന്ന് ഷിയ ഹാങ്ങിനും മാർക്ക് ഫെല്ലർക്കും അറിയാം. ഗ്രാനി ക്വിന്നും ബ്ലാക്കിയും ആകില്ല ഷിയ ഹാങ്ങിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ച വ്യക്തികളെന്ന് ഷിയ ഹാങ്ങിനോട് പറഞ്ഞപ്പോൾ ഷിയ ഹാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സത്യമായിട്ടും എനിക്ക് ആരാ എന്നെ നിരീക്ഷിക്കണമെന്ന് അറിയാൻ കഴിയില്ലല്ലോ. ഏയ് ഷിയ, ഉറപ്പായും ആ ആളെ കണ്ടുപിടിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. നീ ഒന്ന് നിരീക്ഷിച്ചിട്ട് എന്നെ വിവരം അറിയിക്കും. അങ്ങനെ ഷിയ ഹാങ്ങിനോട് പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് അക്കാഡമിയിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ മാർക്കും മീശയും കൂടി ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലെത്തി. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലേക്ക് മാർക്ക് ഫെല്ലർ കടന്ന ആ നിമിഷത്തിൽ തന്നെ അനവധി ആളുകൾ മാർക്കിനടുത്തേക്ക് ഓടി വരികയാണ്. സ്വന്തം വീട്ടിലെ ഒരാള് കുറെ നാളുകൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു ആഹ്ലാദമുണ്ടല്ലോ, ആ ആഹ്ലാദം അത് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിൽ ആ സമയത്ത് ഉണ്ടാകണം. എൽഡേഴ്സും ജൂനിയേഴ്സുമായിട്ടുള്ള ആളുകളെല്ലാം ഓടി മാർക്കിനടുത്തേക്ക് വരികയാണ്. ഫിഫ്ത്ത് എൽഡർക്ക് മാർക്കിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഫിഫ്ത്ത് എൽഡർ സന്തോഷത്തോടെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പോൾ ഒരുപാട് പ്രസിദ്ധരായിരിക്കുകയാണ്. മാർക്ക്, എനിക്ക് ഒരുപാട് സന്തോഷമായി. മാർക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് ഫിഫ്ത്ത് എൽഡർ വാദോരാതെ സംസാരിക്കുന്നുണ്ടതും മാർക്ക് ഫെല്ലർ ഫിഫ്ത്ത് എൽഡറോട് പറഞ്ഞു, ഏയ് എന്താ ഇത്? ഞാൻ ആരായാലും എൻ്റെ എൽഡർ അങ്ങ് തന്നെയല്ലേ. മാർക്ക് ഫെല്ലറെ ആ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിൽ റിക്രൂട്ട് ചെയ്തത് ഫിഫ്ത്ത് എൽഡറാണ്. ആ സ്നേഹവും ബഹുമാനവും മാർക്കിന് എപ്പോഴും ഉണ്ട്. മാർക്ക് ഫെല്ലറെ ആ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലെ ആ ആൽക്കെമിസ്റ്റുകളെല്ലാം കൂടി വളഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ മീശ അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. സ്നേഹം അത് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമുക്കവിടെ വിസിബിളാണ്. സകല ആൽക്കെമിസ്റ്റുകളും മാർക്കിനെ തൊട്ടു നോക്കുന്നുണ്ട്, മാർക്കിനോട് വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട്, മാർക്കിനോട് അവരുടെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ആകെ കൂടെ ഒരു ബഹളം. ആളുകൾ ഇങ്ങനെ ഒരുപാട് കൂടിയപ്പോൾ മാർക്ക് അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ആദ്യം പൗലി മാസ്റ്റർ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം, അതുകൊണ്ട് നിങ്ങൾ എന്നൊന്ന് പോകാൻ അനുവദിക്കണം. മാർക്ക് ഫെല്ലർ കാര്യമായിട്ട് അങ്ങനെ പറഞ്ഞതും ആ ആൽക്കെമിസ്റ്റുകൾ മാർക്കിന് പോകാനായി വഴിയൊരുക്കി കൊടുത്തു. മാർക്കും മീശയും കൂടി അവിടെ നിന്ന് പൗലി മാസ്റ്ററുടെ ആ വസ്തുവിലേക്ക് നടക്കുമ്പോൾ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ, ഞാൻ പൗലി മാസ്റ്ററെ കാണാൻ പോവുകയാണ്. നിങ്ങൾ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുകയാണ്, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ. മീശ ശരിക്കും ഒരു പുരാവസ്തു ഗവേഷകനാണ്. ആ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിന്റെ കോമ്പൗണ്ടിനകത്ത് ചിലപ്പോൾ ആരുടെങ്കിലുമൊക്കെ കല്ലറ കാണും. കല്ലറ കണ്ടാൽ പിന്നെ മീശ അതിനെ വിടത്തില്ല. ആ കല്ലറയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് കണ്ടെത്തുന്നവരെ മീശ അതിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ കാണും. മിക്കവാറും കല്ലറ മീശ പൊളിക്കും. അത് മീശയുടെ ഒരു രീതിയാണ്. അക്കാര്യം മാർക്കിന് അറിയാം. പൗലിൻ മാസ്റ്ററുടെ ഏതെങ്കിലും ആൻസിസ്റ്റേഴ്സിന്റെ ശവക്കല്ലറ അവിടെ ഉണ്ടാവുകയും ഈ മീശ അത് പൊളിക്കുകയും ചെയ്താൽ സംഭവം കുളമാകുമെന്ന് മാർക്കിൻ്റെ ഒരു ഭയം. അതുകൊണ്ടാണ് മാർക്ക് മീശ അക്കാര്യം ഓർമ്മിപ്പിച്ചത്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇന്നലെ മാർക്കിനോട് പറഞ്ഞില്ലേ, ഇത് ഒരു യുദ്ധഭൂമിയായിരുന്നു, ഇവിടെ എനിക്ക് പലതും കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. അങ്ങനെ മാർക്കിനോട് പറഞ്ഞിട്ട് മീശ വലതു ഭാഗത്ത് കാണുന്ന ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി പതുക്കെ നടന്നു തുടങ്ങി. ആ ഭാഗത്താണ് വെയർ ഹൗസൊക്കെ ഉള്ളത്. മീശ നടന്നു പോകുന്നത് അല്പനേരം നോക്കുന്നതിന് ശേഷം
മാർക്ക് ഫെല്ലർ നടന്ന് പൗലി മാസ്റ്ററുടെ വസതിയുടെ അടുത്തെത്തി. പൗലി മാസ്റ്ററുടെ വസതിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് ജമ്പ് ചെയ്യണം. മാർക്ക് സ്പിരിച്വൽ എനർജിയുടെ സഹായത്താൽ ജമ്പ് ചെയ്ത് മുകളിലെത്തി. മാർക്കിനെ കാത്തിരിക്കുകയാണ് പൗലി മാസ്റ്ററും ജിയാങ് ഹി. അവരെ കണ്ടതും മാർക്ക് ഉറക്കെ പറഞ്ഞു, പൗലി മാസ്റ്റർ ഗുഡ് മോർണിംഗ്. സീനിയർ ജിയാങ് ഹി ഗുഡ് മോർണിംഗ്. ഓക്കെ മാർക്ക് പ്ലീസ് കം. ജിയാങ് ഹി അങ്ങനെ വിളിച്ചതും മാർക്ക് ഫെല്ലർ നടന്നു വന്ന് ജിയാങ് ഹിയുടെ അടുത്തുള്ള സീറ്റിലിരുന്നു. ജിയാങ് ഹിയുടെ ഓപ്പോസിറ്റ് ഇരിക്കുകയായിരുന്ന പൗലി മാസ്റ്റർ ഒരു ചായ ഒഴിച്ച് മാർക്കിന് കൊടുത്തു. ചായ കുടിക്കുന്നിടയിൽ മാർക്ക് പൗലി മാസ്റ്ററോട് ചോദിച്ചു, പൗലി മാസ്റ്റർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പൗലി മാസ്റ്ററോടുള്ള മാർക്കിന്റെ ചോദ്യത്തിന് പൗലി മാസ്റ്റർ ഉത്തരം പറയും മുമ്പ് ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിന്റെ ഫൈറ്റ് ഞാൻ വീഡിയോ രൂപത്തിൽ കണ്ടിരുന്നു. സത്യത്തിൽ ആ ഫൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ ഫോറത്തിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും നിന്നോട് ബഹുമാനം തോന്നുകയാണ്. ഏയ് സീനിയർ അങ്ങെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. മാർക്ക് നിനക്ക് ഹെവൻലി സീക്രട്സ് അറിയാമല്ലേ? സീനിയർ അത് തികച്ചും യാദൃശ്യവശാൽ ഞാൻ പഠിച്ചെടുത്തതാണ്. ആ സീക്രട്ട് ഉപയോഗിച്ച ഞാൻ ആ 10,000 year old ഹെർബ്സ് കണ്ടുപിടിച്ചത്. അതേ ഹെവൻലി സീക്രട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ ഹോങ്ങി സെക്ഷന്റെ മിസ്റ്റിക് വേൾഡിലും അതുപോലെ സെയിന്റ് കൺഫ്യൂഷ്യസ് സെക്ഷന്റെ ആ സ്പിരിച്വൽ സ്പ്രിങ്ങിന് പുറകിലുള്ള മിസ്റ്റിക് വേൾഡിലും ജിങ്ദു മാർഷൽസ് അക്കാഡമിയോട് കണക്ട് ചെയ്ത് നിൽക്കുന്ന മിസ്റ്റിക് വേൾഡിലൊക്കെ എത്തിയത്. അങ്ങനെ എത്താൻ കഴിഞ്ഞത് യാദൃശ്യവശാൽ മാർക്ക് പഠിച്ച ഒരു കാര്യത്തിൽ നിന്നാണെന്നാണ് മാർക്ക് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ജിയാങ് ഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഈ ഹെവൻലി സീക്രട്സ് അങ്ങനെ എളുപ്പം പഠിക്കാൻ പറ്റത്തില്ല. അത് പഠിക്കാൻ നിനക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിന്നോടുള്ള എൻ്റെ ബഹുമാനം ശരിക്കും വർദ്ധിക്കുകയാണ്. സീനിയർ എന്നെ അങ്ങനെ പറഞ്ഞ് കളിയാക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വളരെ യാദൃശ്യവശാൽ ഞാൻ അത് പഠിച്ചതാണ്. പഠിച്ച കാര്യം ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയപ്പോൾ അതങ്ങ് ശരിയായി, അത്രയേ ഉള്ളൂ. മാർക്ക് ഫെല്ലർ അത് പറയുമ്പോൾ ജിയാങ് ഹിക്കും പൗലി മാസ്റ്ററിനും ഒരു കാര്യം അറിയാം, മാർക്ക് പറയുന്ന അത്ര എളുപ്പമല്ല ആ ഹെവൻലി സീക്രട്സ് മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിൽ ഊർജം എല്ലാത്തിലും ഉണ്ട്. ആ എല്ലാ ഊർജങ്ങളും നമുക്ക് ചുറ്റും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ട ഊർജം മാത്രം കണ്ടെത്താനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമേ അല്ല. ഊർജം ഉൽപ്പാദിപ്പിക്കാത്ത, ഊർജം പ്രതിഫലിപ്പിക്കാത്ത ഒരു വസ്തുവും നമുക്ക് ചുറ്റും ഉണ്ടാവില്ല. അപ്പോൾ ആ വസ്തുക്കൾക്കിടയിൽ നിന്ന് ശരിക്കും നമുക്ക് വേണ്ടത് മാത്രം കണ്ടെത്തുമ്പോൾ അതിന് അസാമാന്യമായ ശേഷി വേണം. ആ ശേഷി സാധാരണഗതിയിലുള്ള ഒരാൾക്ക് കിട്ടത്തില്ല. പക്ഷെ മാർക്കിന് അതുണ്ട്. അതുകൊണ്ടാണ് മാർക്കിന് ആ 10,000 year old ഹെർബ്സ് കൃത്യമായും കണ്ടുപിടിക്കാൻ പറ്റിയത്. ആ കാര്യം പൗലി മാസ്റ്റർക്കും അതുപോലെ ജിയാങ് ഹിക്കും അറിയാം. ആ സംഭാഷണം അത്രയായതും മാർക്ക് വീണ്ടും പൗലി മാസ്റ്ററോട് ചോദിച്ചു, പൗലി മാസ്റ്റർ എന്നെ വിളിപ്പിച്ച കാര്യം എന്നോട് പറഞ്ഞില്ല. മാർക്ക് നീ അന്ന് എന്റെ വെയർ ഹൗസ് ഉപയോഗിച്ചപ്പോൾ നീ എനിക്കൊരു വാക്ക് നൽകിയിരുന്നു, എനിക്കൊരു ആവശ്യം വന്നാൽ എന്നെ സഹായിക്കാമെന്ന്. അതെ അതെ എനിക്ക് ഓർമ്മയുണ്ട്. എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്യാം. മാർക്ക് എനിക്ക് നീ ഒരു മരുന്നുണ്ടാക്കി തരണം. പൗലി മാസ്റ്റർ ഇത് എന്തു പറച്ചിലാണ്? അങ്ങേക്കൊണ്ട് പറ്റാത്ത ഏത് മരുന്നാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഏയ് മാർക്ക്, ഈ മരുന്നിന്റെ കൂട്ട് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല, അത് നീ ഉണ്ടാക്കണം. പൗലി മാസ്റ്റർ ഏത് മരുന്നാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്? മാർക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഒരു യാസ്മി. അവളുടെ പിതാവിന് വേണ്ടിയാണ് നീ മരുന്ന് ഉണ്ടാക്കേണ്ടത്. അവർക്ക് വേണ്ടത് കോൺസെൻട്രേഷൻ പില്ലാണ്. കോൺസെൻട്രേഷൻ പില്ലോ? അതെ മാർക്ക്, കോൺസെൻട്രേഷൻ പിൽ. ആ പില്ലിനെ കുറിച്ച്, ആ മരുന്നിനെ കുറിച്ച് പൗലി മാസ്റ്റർ പറഞ്ഞപ്പോൾ മാർക്കിനൊരു അതിശയം. മാർക്ക് കേട്ടിട്ടില്ലാത്തൊരു മരുന്നിന്റെ പേരാണ് യഥാർത്ഥത്തിൽ പൗലി മാസ്റ്റർ പറയുന്നത്. പൗലി മാസ്റ്റർ സത്യമായിട്ടും എനിക്ക് ഈ പില്ല് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏയ് മാർക്ക്, നീ ആ പില്ല് ഉണ്ടാക്കണം. അതിന് ഒരു കാരണമുണ്ട്. പൗലി മാസ്റ്റർ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന് മറുപടി പറഞ്ഞത് ജിയാങ് ഹിയാണ്. മാർക്ക് ഫെല്ലർ, നീ ബ്ലാക്കിയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടത് ഒരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ സീനിയർ, ബ്ലാക്കിയെ തോൽപ്പിച്ചാൽ മാത്രമേ എനിക്ക് എമിലിയെ കാണാൻ പറ്റൂ. ഏയ് മാർക്ക്, ബ്ലാക്കിയെ നീ ആദ്യത്തെ തവണ തോൽപ്പിച്ചു, അത് നിനക്കെന്നെ അറിയാം. യഥാർത്ഥ രീതിയിലല്ല ബ്ലാക്കി അവിടെ തോറ്റത്. പക്ഷേ ബ്ലാക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചു വരും. ഉറപ്പായും ബ്ലാക്കി നിന്നെ തിരക്കി എത്തുകയും ചെയ്യും. അപ്പോഴും ബ്ലാക്കിക്ക് ആ മാർഷൽ സെയിന്റിന്റെ കപ്പാസിറ്റി ഉണ്ടാവും. ഒരു മാർഷൽ സെയിന്റിനെ നേരിടാൻ നിന്നെ കൊണ്ട് പറ്റുമോ? സീനിയർ, സത്യമായിട്ടും ആ ചോദ്യത്തിന് എൻ്റെ കയ്യിൽ ഉത്തരമില്ല. എനിക്ക് ബ്ലാക്കി മാർഷൽ സെയിന്റ് ആണെങ്കിലും നേരിട്ടേ പറ്റൂ. ബ്ലാക്കിയെ തോൽപ്പിച്ചാൽ മാത്രമേ എനിക്ക് എമിലിയെ കാണാൻ പറ്റൂ. എമിലിയെ രക്ഷിക്കണമെങ്കിൽ
എനിക്ക് എമിലി എവിടെ ഉണ്ടെന്ന് അറിയണം. മാർക്കിന്റെ മനസ്സ് തുറന്നു വയ്ക്കുകയാണ്. മാർക്കിന്റെ മനസ്സ് അങ്ങനെ തുറന്നു വെച്ചതും പൗലി മാസ്റ്റർ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഇനി ആ മിസ്റ്റിക് വേൾഡിനകത്ത് കയറി എമിലിയെ കണ്ടു എന്ന് വിചാരിക്കുക. നിനക്ക് എമിലിയെ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ പറ്റൂ? അല്ല, നിനക്ക് സ്വയം അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ? ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ മിസ്റ്റിക് വേൾഡിനകത്തേക്ക് മാർക്ക് കടന്നാൽ തന്നെ മാർക്കിന് അവിടെ നിന്ന് പുറത്തു കടക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് പൗലി മാസ്റ്റർ ചോദിച്ചത്. പൗലി മാസ്റ്റർ, അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ആ കാര്യം എന്താണെന്ന് ഞാൻ തിരക്കുന്നില്ല. പക്ഷേ നിനക്ക് അവരിന്ന് ഓടി ഒളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ലെന്നല്ലേ ഉത്തരം? നിനക്ക് പറ്റും. എപ്പോൾ? നീയും ബ്ലാക്കി പോലെ ശക്തനായ. പൗലി മാസ്റ്റർ എന്താ പറയുന്നത്? മാർക്ക്, ബ്ലാക്കിക്ക് മാർഷൽ സെയിന്റിന്റെ പവർ കടമെടുക്കാൻ പറ്റുമെങ്കിൽ നിനക്കും അത് പറ്റും. പൗലി മാസ്റ്റർ അവനോട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്കിന്റെ മുഖത്ത് ശരിക്കും ഒരു പുഞ്ചിരി അങ്ങനെ വിരിഞ്ഞു വരികയാണ്. പൗലി മാസ്റ്റർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷേ ഞാൻ എവിടെ നിന്നാണ് മാർഷൽ സെയിന്റിന്റെ പവർ കടമെടുക്കുക? മാർക്ക്, നേരത്തെ ഈ ഭൂമിയിൽ മാർഷൽ സെയിന്റുകൾ ഉണ്ടായിരുന്നു. ആ മാർഷൽ സെയിന്റുകൾ കടന്നു പോകുന്നതിന് മുന്നേ അവരുടെ ശക്തി അവർ വിവിധ വസ്തുക്കളിലേക്ക് പകർന്നിരുന്നു. അങ്ങനെ പകർന്ന വസ്തുക്കളെയാണ് നമ്മൾ ഈ മാർഷൽ സെയിന്റ് വെപ്പൺ എന്ന് വിളിക്കുക. ആ വെപ്പണിലുള്ള ഊർജത്തെ ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ വ്യക്തിക്ക് ആ മാർഷൽ സെയിന്റിന്റെ പവർ കിട്ടും. അങ്ങനെയാണ് ബ്ലാക്കിക്ക് ആ മാർഷൽ സെയിന്റിന്റെ പവർ കിട്ടിയിരിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും മാർഷൽ സെയിന്റ് അവശേഷിപ്പിച്ചു പോയ ആ പവർ നിനക്ക് കിട്ടുകയാണെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും ഒരു മാർഷൽ സെയിന്റായി മാറാൻ പറ്റും. പൗലി മാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയാ മാർഷൽ സെയിന്റ് വെച്ചിട്ട് പോയ ആ പവർ കണ്ടുപിടിക്കുക? എവിടെയാ ആ പവർ ഉണ്ടാവുക? ഏത് വീട്ടിലാണ് ഉണ്ടാവുക? മാർക്ക്, നീ ടെൻഷൻ അടിക്കാതെ. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന് മാർഷൽ സെയിന്റിന്റെ പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ വേറെ ആളുകൾക്ക് കിട്ടും. പൗലി മാസ്റ്റർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എവിടെയാണ് അതുള്ളത് എങ്ങനെ അറിയാം? മാർക്ക്, നീ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ മാർഷൽ സെയിന്റ് പവറുള്ള ഒരു സ്ഥലത്തേക്കാണ് നിന്നെ ഞാൻ അയക്കാൻ പോകുന്നത്. പൗലി മാസ്റ്റർ പറഞ്ഞു വരുന്നത്, അതേ മാർക്ക്, എൻ്റെ ആ കൂട്ടുകാരി ജിൻസിയുടെ പിതാവിനെ നീ ആ കോൺസെൻട്രേഷൻ പില്ല് ഉണ്ടാക്കി കൊടുത്ത് രക്ഷിച്ചാൽ നിനക്ക് ജിൻസി ഉറപ്പായിട്ടും ആ മാർഷൽ സെയിന്റ് പവർ ഹാൻഡ് ഓവർ ചെയ്യും. അവരുടെ കുടുംബത്തിൽ ആ പവർ ഉണ്ട്. ജിൻസിയുടെ കുടുംബത്തിൽ പണ്ട് ജീവിച്ചിരുന്ന ഒരു മാർഷൽ സെയിന്റ് അവിടെ അവശേഷിപ്പിച്ചിരിക്കുന്ന പവർ അവർ ഒരു പ്രത്യേക രീതിയിൽ സൂക്ഷിക്കുകയാണ്. ആ പവർ മാർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ബ്ലാക്കിയെ നേരിടാൻ പിന്നെ മാർക്കിന് ഭയക്കേണ്ട കാര്യമില്ല. പൗലി മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ കേട്ടതും മാർക്ക് പൗലി മാസ്റ്ററോട് പറഞ്ഞു, പൗലി മാസ്റ്റർ, താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. ഹേയ് മാർക്ക്, ആ നന്ദിയൊക്കെ നീ കൈവച്ചരേ. നീ എനിക്ക് ചെയ്തു തരേണ്ടത് ആ സിംഗിൾ കാര്യമാണ്. നീ പോയി എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി ഒരു മരുന്നുണ്ടാക്കുക. ആ മരുന്ന് നിനക്ക് സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ ഞാൻ വീണ്ടും പറയുന്നു, നിനക്ക് ആ മാർഷൽ സെയിന്റിന്റെ പവർ അവള് ഹാൻഡ് ഓവർ ചെയ്യും. പൗലി മാസ്റ്റർ അത്രയും പറഞ്ഞതിന് ശേഷം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, 3 ദിവസം കഴിയുമ്പോഴാണ് നീ അവളുടെ വീട്ടിലേക്ക് പോകേണ്ടത്. യാത്രയ്ക്ക് വേണ്ടി നീ റെഡി ആയിക്കും. നിന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ അവിടെ ആളുകൾ വരും. അങ്ങനെ പറഞ്ഞതിന് ശേഷം പൗലി മാസ്റ്റർ ഒരു ബിസിനസ് കാർഡ് എടുത്ത് മാർക്ക് ഫെല്ലറുടെ കയ്യിലേക്ക് കൊടുത്തു. അതിനകത്ത് ഒരു പേര് വളരെ വ്യക്തമായി അടിച്ചിട്ടുണ്ട്, ഷു യാൻസി, ഷെങ് കിങ്ഡം എന്ന ആ വാക്ക് കണ്ടതും മാർക്കിന്റെ മനസ്സിൽ ആ നടിയുടെ ചിത്രം കടന്നു വരികയാണ്. മാർക്ക് ചിൽഷറിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു നടിയുടെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി മാർക്ക് ആ നടിക്കൊപ്പം ഈ ഷെങ് കിങ്ഡത്തിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് യഥാർത്ഥത്തിൽ മാർക്കിനെ നേരിടാൻ വേണ്ടി ജിയാങ്ഗു തയ്യാറെടുക്കുന്ന സമയമാണ്. ജിയാങ്കുവിനെ നേരിടാൻ മടിച്ചിട്ട് മാർക്ക് ഒളിച്ചോടിയാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ അതേ സമയം ആ സംഭവങ്ങളൊക്കെ ഒരു ചലച്ചിത്ര എന്ന പോലെ മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. മാർക്ക് ആ കാർഡ് സൂക്ഷിച്ച് അവന്റെ പോക്കറ്റിലേക്ക് വെച്ചു. അവൻ പൗലി മാസ്റ്ററോട് താങ്ക്സ് പറഞ്ഞ് ജിയാങ് ഹിയോട് താങ്ക്സ് പറഞ്ഞിട്ട് ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് ഇറങ്ങി മീശയെ കണ്ടുപിടിക്കാനായി മുന്നോട്ട് നടന്നു തുടങ്ങി. മാർക്ക് ഫെല്ലർ പോയി കഴിഞ്ഞതും ജിയാങ് ഹി പൗലി മാസ്റ്ററോട് ചോദിച്ചു, യുവാന, നിനക്ക് തോന്നുന്നുണ്ടോ മാർക്കിന് അവര് മാർഷൽ സെയിന്റിന്റെ പവർ ഹാൻഡ് ഓവർ ചെയ്യുന്നു? സീനിയർ ജിയാങ് ഹി, അവർ ഹാൻഡ് ഓവർ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, മാർക്ക് അവിടെ സുരക്ഷിതനായിരിക്കും. അത് കേട്ടതും ജിയാങ് ഹി അറിയാതെ ചിരിച്ചു പോവുകയാണ്. യുവാന, നീ വളരെ കാര്യമായി ചിന്തിച്ചിരിക്കുകയാണല്ലോ.
മാർക്ക് ഫെല്ലറെ വേട്ടയാടാൻ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ അവരുടെ എല്ലാ കഴിവുകളും പുറത്തെടുക്കുമെന്ന് പൗരി മാസ്റ്റർക്ക് അറിയാം. മാർക്കിനെ ഒളിക്കാൻ സത്യത്തിൽ ഒരു ഒളിത്താവളത്തിന്റെ ആവശ്യമുണ്ട്. ആ ഒളിത്താവളമാണ് യഥാർത്ഥത്തിൽ ഷെങ് കിങ്ഡം. അവിടേക്ക് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ തൽക്കാലം ആളെ വിട്ട് തിരക്കാൻ ഒരു സാധ്യതയുമില്ല. മാർക്ക് അവിടേക്ക് പോയ കാര്യം അവര് അറിയാനും സാധ്യതയില്ല. പൗരൻ മാസ്റ്റർ ജിയാങ് ഹി പറഞ്ഞത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു. ഹേയ് യുവാന, എനിക്ക് തോന്നുന്നത് ആ ഷെങ് കിങ്ഡത്തിൽ ഇതിന്റെ കൂട്ടുകാരി ഒരു കാരണവശാലും ആ മാർഷൽ സെയിന്റ് പവർ മാർക്കിന് കൊടുക്കില്ലെന്നാണ്. അങ്ങനെ ജിയാങ് ഹി പറഞ്ഞതും യുവാന ചിരിച്ചുകൊണ്ട് ജിയാങ് ഹിയെ ഒന്ന് നോക്കി. അതിനുശേഷം ജിയാങ് ഹിയോട് ചോദിച്ചു, സീനിയർ ജിയാങ് ഹി, ബെറ്റ് വെക്കുന്ന ബെറ്റോ? എന്തിന്? ഞാൻ പറയുന്നു മാർക്ക് ആ മാർഷൽ സെയിന്റ് പവർ നേടുമെന്ന്. സീനിയർ പറയുന്നു മാർക്ക് അത് നേടില്ലെന്ന്. നമുക്ക് ഇക്കാര്യത്തിൽ ഒരു ബെറ്റ് വെച്ചാലോ? അങ്ങനെ പറയുമ്പോൾ പൗരൻ മാസ്റ്ററുടെ മുഖത്ത് ശരിക്കൊരു കുസൃതിയുണ്ട്. അത് ആസ്വദിച്ചുകൊണ്ട് സീനിയർ ജിയാങ് ഹി പൗരൻ മാസ്റ്റർ പറഞ്ഞു, ഓക്കെ, എന്താ ബെറ്റ്? സീനിയർ ജിയാങ് ഹി, മാർക്ക് ഫെല്ലർ വിജയിക്കുകയാണെങ്കിൽ താങ്കൾ ഒരു കാര്യം ചെയ്യണം. താങ്കളുടെ ആ 9 സീക്രട്ട് വേർഡ്സ് മാർക്കിനെ പഠിപ്പിക്കണം. ജിയാങ് ഹിയും ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ഒരു പർപ്പിൾ ഡ്രസ്സുകാരൻ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ജിയാങ് ഹിയെ ഒരു 18 വാക്കുകൾ അടങ്ങിയ ഒരു ആയോധന വിധി ഉപയോഗിച്ച് ഒരാൾ നേരിട്ടപ്പോൾ ജിയാങ് ഹി അയാളോട് പറഞ്ഞതാണ്, ഇത് 9 വേർഡിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണെന്ന്. ആ 9 വേർഡ് ആയോധന വിദ്യ ഈ ഭൂമിയിൽ നന്നായി അറിയാവുന്നത് ജിയാങ് ഹിക്കാണ്. ആ കാര്യം മാർക്ക് ഫെല്ലർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് പൗരൻ മാസ്റ്റർ ജിയാങ് ഹിയോട് പറഞ്ഞത്. അത് കേട്ടതും ജിയാങ് ഹി പറഞ്ഞു, ഏയ് അത് പറ്റത്തില്ല. എന്താ സീനിയർ, അത് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു മടി ഉണ്ടായിട്ടല്ല ഇവാന. ഞാൻ മരിക്കുന്ന സമയമാകുമ്പോൾ ആ വിദ്യ ആർക്കെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യണം, അതാണ് എൻ്റെ ഐഡിയ. ഏയ് സീനിയർ, നമുക്ക് നിയന്ത്രണമില്ലാത്ത ഈ ഭൂമിയിലെ 2 കാര്യങ്ങൾ ജനനവും പിന്നെ മരണവുമാണ്. അതിൻ്റെ പേരിൽ നമ്മൾ ഒരു തർക്കത്തിന് തുനിയേണ്ട കാര്യമുണ്ടോ? പൗരൻ മാസ്റ്റർ യുവാന അങ്ങനെ പറഞ്ഞതും ജിയാങ് ഹി ഒന്ന് ചിരിച്ചു. ഹേയ് യുവാന, നീ എന്നെ കൃത്യമായി കുരുക്കിയിരിക്കുകയാണല്ലോ. ഓക്കെ, ഞാൻ സമ്മതിച്ചു. മാർക്ക് ഫെല്ലർ മാർഷൽ സെയിന്റിന്റെ പവർ നേടുകയാണെങ്കിൽ അവനെ ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ആ 9 വേർഡ്സ് പ്രോഗ്രാം പഠിപ്പിച്ചിരിക്കും. അത് കേട്ടതും പൗരൻ മാസ്റ്റർ ഒന്ന് പുഞ്ചിരിച്ചു. വളരെ വിദഗ്ധമായി പൗരൻ മാസ്റ്റർ ജിയാങ് ഹിയെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നതാണ്. ജിയാങ് ഹിയും പൗരൻ മാസ്റ്ററും കൂടി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് ഇറങ്ങി സ്ക്വയറിലേക്ക് നടക്കുകയാണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിന്റെ ആ സ്ക്വയറിലാണ് മാർക്ക് സാധാരണ വന്നിരിക്കുക. മാർക്ക് അങ്ങോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം, ഏയ് മാർക്ക്. മാർക്ക് നോക്കുമ്പോൾ താൻസിയാണ് മാർക്കിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്. മാർക്ക് ഫെല്ലർ വന്ന കാര്യം താൻസി അറിഞ്ഞിരുന്നു. അവൾ കാത്തു നിൽക്കുകയായിരുന്നു മാർക്കിനെ കാണാൻ വേണ്ടി. താൻസിയെ കണ്ടപ്പോൾ മാർക്കിന് ഒരുപാട് സന്തോഷം. മാർക്ക് ഫെല്ലറും താൻസിയും ആദ്യമായി പരിചയപ്പെടുമ്പോൾ അവർ തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ മാർക്ക് ഫെല്ലർ വിജയിച്ച ആ നിമിഷം മുതൽ താൻസി മാർക്കിന്റെ ഒരു ആരാധികയാണ്. മാർക്കിനൊപ്പം കൂടിയതാണ് താൻസി അന്ന് മുതൽ. താൻസി മാർക്കിന്റെ കൈ പിടിച്ചിട്ട് മാർക്കിനെ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. മാർക്ക്, വാ നമുക്ക് ഇരിക്കാം. അവളുടെ ആ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ആ വീട്ടിലേക്ക് ചെന്ന മാർക്ക് ഫെല്ലർ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അത് ഒരു എൽഡറുടെ ഹൗസാണ്. ഹേയ് താൻസി, നീ ഇപ്പോ എൽഡറായോ? മാർക്ക്, ഞാനിപ്പോ എൽഡറാണ്. ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിയനിലെ സീനിയർ ആൽക്കമിസ്റ്റുകളെയാണ് എൽഡേഴ്സ് എന്ന് വിളിക്കുക. മാർക്ക് ഫെല്ലർ അതേ ആൽക്കമിസ്റ്റ് പൗലിയനിലെ 3rd എൽഡറാണ്. ഇവിടെ ഇതാ 7th എൽഡർ ആയിരിക്കുകയാണ് താൻസി. പൗലി മാസ്റ്റർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ എൽഡർ ആയത്. ശരിക്കും ടാലന്റഡ് ആണ് ഈ താൻസി. ആ കാര്യം മാർക്കിനും അറിയാം. മാർക്ക് ഫെല്ലർ താൻസിയോട് സംസാരിക്കുമ്പോൾ താൻസി പറഞ്ഞു, മാർക്ക്, നമ്മുടെ നീലിനെ കണ്ടായിരുന്നു? നീൽ ഫ്ലെമിങ്ങിനെ കുറിച്ച് താൻസി ചോദിച്ചപ്പോൾ മാർക്കും പെട്ടെന്ന് നീലിനെ ആലോചിക്കുകയാണ്. നീല് ആ ഗ്രീൻ മൂൺ വില്ലിൽ നിന്ന് പോയതിനു ശേഷം അയാളെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. മാർക്ക്, നീല് പോയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞാനും അവിടെ നിന്ന് ഈ ഡിവൈൻ ആൽക്കമിസ്റ്റ് പൗലിലേക്ക് മടങ്ങി വന്നത്. മാർക്ക്, നീല് പോകുമ്പോൾ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്താ താൻസി നീല് പറഞ്ഞത്? നീല് മാർക്ക് മരിച്ചു എന്ന് കരുതിയിട്ടാ പോയത്. അതുകൊണ്ട് തന്നെ ശരിക്കും ശക്തി നേടാതെ നീ ഒരിക്കലും മടങ്ങി വരില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പോൾ എനിക്കൊരു സംശയം, മാർക്ക് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം ഇന്ന് ഈ ഭൂമിയിൽ എല്ലാവർക്കും അറിയാം. നീലും സ്വാഭാവികമായിട്ടും മാർക്കിനെ കുറിച്ചുള്ള വാർത്ത കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ടും നീല് മടങ്ങി വരാത്തതിലാണ് എനിക്ക് വിഷമം. താൻസി പറഞ്ഞുകൊണ്ടുവരുന്ന കഥ
മാർക്ക് ഫെല്ലർക്ക് മനസ്സിലാകുന്നുണ്ട്. മാർക്ക് ജങ്തു മാർഷൽ അസോസിയേഷനുമായി എതിരിടുന്ന കാര്യം മാർഷൽ ഫോറത്തിലുള്ള എല്ലാവർക്കും അറിയാം. മാർഷൽ ഫോറത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാവരും ഇപ്പോൾ മാർക്കിന്റെ വിഷയം ചർച്ച ചെയ്യുന്നവരാണ്. മാർക്ക് പൈറോയിൽ സകലരും അറിയുന്ന ആളായി മാറിയിട്ടുണ്ട്. മാർക്ക് ഫെല്ലറുടെ മുഖം ആളുകൾക്ക് പരിചയമില്ലെങ്കിലും മാർക്ക് ഫെല്ലർ എന്ന പേര് ആളുകൾക്കൊക്കെ പരിചയമാണ്. സ്വാഭാവികമായിട്ടും മാർക്കിനെ കുറിച്ചുള്ള കഥകൾ നീൽ ഫ്ലെമിംഗിന്റെയും ചെവിയിൽ എത്തേണ്ടതാണ്. നീൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാർക്കിനെ തേടി വരികയും ചെയ്യും. മാർക്കിനെ തേടി നീല് വരാത്ത സ്ഥിതിക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒരു സാധ്യത നീൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ സാധ്യത നീല് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാവും. അവിടെയാണ് യഥാർത്ഥത്തിൽ താൻസിയുടെ പേടി. താൻസി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും മാർക്ക് ഫെല്ലർ താൻസിയോട് പറഞ്ഞു, താൻസി, നീ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. നീലിന് ഒന്നും സംഭവിക്കില്ല. അവനെ ഞാൻ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കും. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞതും താൻസി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് മാർക്കിനോടൊപ്പം കൂടണമെന്നുണ്ട്. താൻസി അങ്ങനെ പറഞ്ഞപ്പോൾ മാർക്ക് ചിരിച്ചുകൊണ്ട് താൻസിയോട് പറഞ്ഞു, ഈ താൻസി, ഞാനിത് നിന്നോട് അങ്ങോട്ട് പറയാനിരുന്നതാണ്. നമ്മുടെ ഗ്രീൻ മൂൺ വില്ലയ്ക്ക് നിന്നെപ്പോലെ ഒരാളുടെ സേവനം ആവശ്യമുണ്ട്. ഗ്രീൻ മൂൺ വില്ലയിൽ ഇപ്പോൾ ഒരുപാട് മാർഷൽ ആർട്ടിസ്റ്റുകളുണ്ട്. അവർ പരസ്പരം ഫൈറ്റ് ചെയ്യും, അതുപോലെ എതിരാളികളോട് ഫൈറ്റ് ചെയ്യും. പരിക്ക് സ്വാഭാവികമായും മാർഷൽ ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാവും. ആ പരിക്കുകൾ ഭേദമാകണമെങ്കിൽ ശരിക്കും മരുന്നുകൾ വേണം. ആ മരുന്ന് ഉണ്ടാക്കാൻ ശരിക്കും എക്സ്പെർട്ടായിട്ടുള്ള താൻസി കൂടെ ഉള്ളത് എന്തുകൊണ്ടും നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് മാർക്കിനുള്ളത്. മാർക്ക് താൻസിയോട് അങ്ങനെ സംസാരിച്ചതിന് ശേഷം താൻസിയോട് പറഞ്ഞു, ഞാനേ അധിക സമയം ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. താൻസിയോട് യാത്ര പറഞ്ഞിറങ്ങിയ മാർക്ക് ഫെല്ലർ അയാളുടെ ഡിവൈൻ സെൻസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ മീശ നിൽക്കുന്ന സ്ഥലം പിടികിട്ടി. മീശ നിൽക്കുന്ന സ്ഥലം പിടികിട്ടിയതും മാർക്ക് ഫെല്ലർ ആ ഭാഗത്തേക്ക് നടക്കുകയാണ്. മാർക്ക് നടന്നെത്തിയത് ആ ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിന്റെ പുറകുവശത്തുള്ള ആ മലയുടെ ഭാഗത്തേക്കാണ്. ഡിവൈൻ ആൽക്കെമിസ്റ്റ് പൗലിന്റെ ആ പൗലിൻ മാസ്റ്റർ മാർക്കസായി ബ്രേക്ക് ചെയ്ത അതേ മലയുടെ ഭാഗത്തേക്കാണ് മാർക്ക് നടക്കുന്നത്. മാർക്ക് ആ മലയുടെ ഭാഗത്തേക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ ഒരു സ്ഥലത്ത് കുനിഞ്ഞു നിന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സാക്ഷാൽ മീശ. മീശ വളരെ സീരിയസ് ആയിട്ടാണ് അവിടെ കുനിഞ്ഞ് ചെവിയൊക്കെ വെച്ച് നോക്കുന്നത്. അത് കണ്ടുകൊണ്ടാണ് മാർക്ക് വന്നത്. മാർക്ക് മീശയുടെ അടുത്തെത്തിയതും കാല് മടക്കി മീശയുടെ മൂട്ടിലൊരു ഒറ്റയാടി. അപ്രതീക്ഷിതമായിട്ടുള്ള മാർക്കിന്റെ ആ അടിയേറ്റ് മീശ തെറിച്ച് ദൂരോട്ട് വീണു. ഷേ, മാർക്ക്, എന്താ നീ ചെയ്ത്? മീശ, നീ എന്താ പൗരൻ മാസ്റ്ററുടെ ആൻസിസ്റ്ററിന്റെ ശവകുടീരം തുറക്കുകയാണോ? ഹേയ്, ഞാൻ പറഞ്ഞില്ലേ മാർക്ക്, അതൊന്നും അല്ല, ഇവിടെ വേറെ കാര്യങ്ങളുണ്ട്. മീശയും മാർക്കും അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മാർക്കിന് ഒരു ശക്തമായ ഇന്റേണൽ എനർജിയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. മാർക്കും മീശയും ഒരുമിച്ച് തന്നെ ആ സാന്നിധ്യം അനുഭവപ്പെടുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെയാണ്. നല്ല പൊക്കമുള്ള, വിരിഞ്ഞ മാറിടമുള്ള, കണ്ടാൽ തന്നെ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരാൾ ആ ഭാഗത്തേക്ക് നടന്നു വരികയാണ്. നടന്നു വരുന്ന ആൾ മാർക്കിന്റെ അടുത്തെത്താറായതും മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നിന്നെ ഒന്ന് നേരിൽ കാണാനായി ഞാൻ കുറെ നാളായി ശ്രമിക്കുകയാണ്. അത് കേട്ടതും മാർക്ക് അയാളോട് ചോദിച്ചു, ഏയ് ആരാ നീ? നിനക്കെന്താ എന്നോട് പ്രശ്നം? മാർക്ക് ആ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അവന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു മർഡറസ് ആയിട്ടുള്ള ഓറയാണ് ഇപ്പോൾ ഉള്ളത്. തൊട്ട് മുന്നിലുള്ള ആളെ കൊല്ലാൻ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓറയിൽ ശരിക്കും ആ ദേഷ്യം പ്രതിഫലിക്കും. അത്തരം ഒരു ഓറയാണ് ഇപ്പൊ ആ ചെറുപ്പക്കാരന്റെ ചുറ്റുമുള്ളത്. അവൻ മാർക്കിനെ കൊല്ലാനായി വന്നതാണെന്ന് വ്യക്തമാണ്. മാർക്കിന്റെ ചോദ്യം കേട്ടതും അവൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക്, നിന്നെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നീ ഈ പൈറോയിലെ നമ്പർ 1 എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ചിലര് നിന്നെപ്പോലെ ശക്തനായ ഒരാള് ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഒരു പറഞ്ഞു കളഞ്ഞു. മാർക്ക്, എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. നീ ഈ പറയുന്ന പോലെയൊന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് ലോകത്തിനൊരു പ്രൂവ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തികച്ചും അപ്രതീക്ഷിതമായി തന്റെ മുന്നിലേക്ക് വന്ന ചെറുപ്പക്കാരൻ പറയുന്ന വാചകങ്ങൾ കേട്ട് മാർക്ക് കൗതുകത്തോടെ ആ ചെറുപ്പക്കാരനെ നോക്കുമ്പോൾ മീശ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? മീശ അങ്ങനെ ചോദിച്ചപ്പോൾ മീശയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞ് അവൻ പെട്ടെന്ന് അവന്റെ ഇന്റേണൽ എനർജി ഒന്ന് റിലീസ് ചെയ്തു. അവൻ ആ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മാർക്കിന് ഒരു കാര്യം ബോധ്യമായി, അവൻ അതിശക്തനാണ്. ശരിക്കും ഒരു പീക്ക് ലെവൽ മാർക്കസിന്റെ ആ ലെവലിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അവൻ പീക്ക് ലെവലിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ആ കാര്യം മീശയ്ക്ക് മനസ്സിലായി. മീശ ആ ചെറുപ്പക്കാരനെ അങ്ങനെ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് കുതിച്ചു.
പക്ഷെ ആ ചെറുപ്പക്കാരന്റെ ആ ആക്ഷൻ കൗതുകപൂർവ്വം കണ്ടു നിൽക്കുകയാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് എവിടെയോ കണ്ടു മറന്ന ഒരു ആക്ഷനോട് അവന്റെ ആക്ഷന് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ആ മുന്നോട്ടുള്ള കുതിപ്പും അവന്റെ കൈയനൊക്കെ മാർക്ക് കൗതുകപൂർവ്വം നോക്കിയത്. അത് കേട്ടതും മീശ ഉറക്കെ മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക് ബി കെയർഫുൾ, ബി കെയർഫുൾ. അങ്ങനെ മീശ പറയുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ മാർക്കിനെ തൊട്ടു മുന്നിലെത്തിയിരുന്നു. തൊട്ടു മുന്നിൽ എത്തിയെന്ന് മാത്രമല്ല, അവൻ ശക്തമായി മാർക്കിനെ ഒന്ന് പഞ്ച് ചെയ്യുകയും ചെയ്തു. ആ പഞ്ച് മാർക്കിന്റെ ബോഡിക്ക് അടുത്ത് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ആ ഗോൾഡൻ വലയങ്ങൾ ഉണ്ടായി. അതിപ്പോ മാർക്കിന്റെ ഒരു പ്രൊട്ടക്ഷൻ കവചമാണ്. ആ കവചം ഉണ്ടായ അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ കൈ ഒന്ന് അനക്കുകയും ചെയ്തു. മാർക്കിന്റെയും അവന്റെയും കൈകൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ ശരിക്കും ആ അന്തരീക്ഷം ഒന്ന് തണുത്തതുപോലെ നിശ്ചലമായെന്ന് പറയാം. അതിശക്തരായ രണ്ട് വ്യക്തികൾ ഇതാ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ്. മാർക്കിന് ആ നിമിഷത്തിൽ ആ കാര്യം ബോധ്യമായി. എതിരെ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ശരിക്കും ശക്തനാണ്. അവൻ മാർക്കിനെ നോക്കി ചിരിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് ആരംഭിക്കാം. ശരിക്കും അവൻ മാർക്കിനെ ഒന്ന് വാമപ്പ് ചെയ്യിച്ചതാണ്. ആ കാര്യം അവന്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാം. മാർക്ക് ഫെല്ലറെ നേരിടാനായി അവൻ വീണ്ടും അവന്റെ ഊർജം ഒന്ന് പ്രസരിപ്പിക്കുകയാണ്. നേരത്തെ കണ്ടതിനേക്കാൾ ശക്തമായി അവന് ചുറ്റും ഒരു ഓറ ഉണ്ടായി വരികയാണ്. ഒരു പ്രഷർ അതിന്റെ ഫലമായി ചുറ്റും ഇങ്ങനെ ബിൽഡ് ആവുകയാണ്. മാർക്ക് ഫെല്ലർ അവനോട് പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാം. മാർക്കും അവനും തമ്മിൽ ശക്തമായ ഒരു ഫൈറ്റ് ആരംഭിച്ചു. ഏകദേശം ഒരു മണിക്കൂർ അവർ തമ്മിൽ അവിടെ ഏറ്റുമുട്ടി കാണുമെന്ന് പറയാം. അവൻ ശക്തമായി മാർക്കിനെ പഞ്ച് ചെയ്യുന്നതും മാർക്ക് അങ്ങ് ഒഴിയും. മാർക്കിന്റെ പുറത്ത് തൊടാനുള്ള അവന്റെ ശ്രമമാണ് പരാജയപ്പെടുന്നത്. ഏകദേശം ഒരു മണിക്കൂർ അവൻ തലങ്ങും വിലങ്ങും മാർക്കിനെ ഇടിക്കാൻ ശ്രമിച്ചിട്ടും മാർക്കിന്റെ ബോഡി തൊടാൻ പറ്റിയില്ല. അത് കണ്ടതും അവൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഞാൻ ഈ തൊട്ട് കളിക്കാനല്ല ഇവിടേക്ക് വന്നത്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ ആ പയ്യൻ പറഞ്ഞതും ഉറക്കെ ഒരു ശബ്ദം കേട്ടു. ഏയ് സ്റ്റോപ്പ് ഇറ്റ്, സ്റ്റോപ്പ് ഇറ്റ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് രണ്ടുപേരും ഒരുമിച്ച് നോക്കുമ്പോൾ ആ പയ്യൻ ഓടി വന്ന ആളെ സംബോധന ചെയ്യാണ്. സീനിയർ ജിയാഹി, സീനിയർ ജിയാഹി എന്ന് വിളിച്ചുകൊണ്ട് അവൻ ആ വ്യക്തിയുടെ മുന്നിൽ ഒന്ന് തല കുനിച്ചു. ജിയാഹി എന്ന് വിളിച്ചുകൊണ്ട് അവൻ തല കുനിച്ചതും മാർക്ക് ഫെല്ലർക്ക് കുറെ നേരം മുമ്പ് മാർക്കിന്റെ മനസ്സിലുണ്ടായ സംശയത്തിന് ഒരു ഉത്തരം കിട്ടി. ജിയാങ്കിയുടെ ആക്ഷനുകളാണ് യഥാർത്ഥത്തിൽ ആ പയ്യൻസിൽ പ്രകടമായത്. ഇപ്പോൾ കഥ വ്യക്തമാണ്. ആ ആള് ജിയാങ്കിയുടെ ശിഷ്യനാണ്. ജിയാങ്കി മാർക്കിനും ആ ചെറുപ്പക്കാരനും ഇടയിൽ കയറി നിന്നിട്ട് അവനോട് ചോദിച്ചു, ഫെലിക്സ് എന്താ ഇത്, നീ എന്തായി കാണിക്കുന്നത്, നീ ഇതിനാ മാർക്കുമായി ഏറ്റുമുട്ടുന്നത്? സീനിയർ, അങ്ങനോട് ക്ഷമിക്കണം, ഞാനാണ് ഈ പൈറോയിൽ ഏറ്റവും ശക്തനായ വ്യക്തിയെന്നും അങ്ങനോട് പറയുമായിരുന്നു. പക്ഷെ അങ്ങ് മാർക്കിനെ കണ്ടതിന് ശേഷം ആ അഭിപ്രായം മാറ്റി. അതുകൊണ്ട് ഇനി മാർക്കുമായി ഒന്ന് ഫൈറ്റ് ചെയ്ത് അങ്ങയുടെ ആ അഭിപ്രായം മാറ്റണമെന്ന് ശരിക്കൊരു ആഗ്രഹമുണ്ട്. മാർക്ക് ഫെല്ലറെ കണ്ട നിമിഷം മുതൽ ജിയാങ്കിയുടെ അഭിപ്രായത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. മാർക്ക് ഫെല്ലർ ആ ചിൽഷറിൽ ഫൈറ്റ് ചെയ്യുമ്പോഴും അതിനുശേഷമുള്ള ഫൈറ്റിങ്ങിലൊക്കെ രഹസ്യമായി ജിയാങ്കി വന്ന് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ജിയാങ്കിക്ക് ഒപ്പമുള്ള ശിഷ്യനാണ് ഈ ഫെലിക്സ്. അന്ന് മുതലേ ഫെലിക്സിന്റെ മനസ്സിൽ ഒരു കരടായി മാർക്ക് ഫെല്ലർ കടന്നു കയറിയിട്ടുണ്ടായിരുന്നു. ആ മാർക്ക് ഫെല്ലറെ തോൽപ്പിച്ചാൽ മാത്രമേ അവന്റെ ഗുരുവിന്റെ മനസ്സിൽ അവന് ഒരു സ്ഥാനം കിട്ടും. ജിയാങ്കി ഫെലിക്സ് പറഞ്ഞത് കേട്ടതും ഫെലിക്സിനോട് പറഞ്ഞു, ഫെലിക്സ്, നീ എന്തായി പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ എപ്പോഴും നീ തന്നെയാണ്. നീ എന്തിനാ മാർക്കുമായി കമ്പയർ ചെയ്യുന്നത്? മാർക്ക് വേറെ, നീ വേറെ. സീനിയർ, അത് വിട്. മാർക്കുമായി ഫൈറ്റ് ചെയ്യാതെ എന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല. ഫെലിക്സിന്റെ മനസ്സിൽ മാർക്കിനോടുള്ള ആ ഒരു കലിപ്പ് ശരിക്കും ശക്തമാണ്. ആ കലിപ്പ് മാറണമെങ്കിൽ അവന് മാർക്കിനെ തോൽപ്പിക്കേണ്ടി വരും. അവൻ അത് ഒരു തരത്തിലുള്ള സംശയത്തിന് ഇട നൽകാത്ത ശൈലിയിൽ വ്യക്തമാക്കിയതും മാർക്ക് ജിയാങ്കിയോട് പറഞ്ഞു, സീനിയർ, ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഞാനും ഫെലിക്സും തമ്മിൽ ഒന്ന് ഫൈറ്റ് ചെയ്തേ പറ്റൂ. എന്തായാലും എനിക്കും അതൊരു എക്സ്പീരിയൻസ് ആവും. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഫൈറ്റ് ചെയ്യും. അവന്റെ ആഗ്രഹം പോലെ അത് നടക്കട്ടെന്ന് കരുതല്ലേ നല്ലത്. മാർക്ക് ഫെല്ലർ അങ്ങനെ ചോദിച്ചതും ജിയാങ്കിയും പൗലി മാസ്റ്ററും പുറകിലോട്ട് മാറി. മാർക്കും ഫെലിക്സ് തമ്മിലുള്ള ഫൈറ്റ് ആരംഭിച്ചു. ഫൈറ്റ് തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. രണ്ടുപേരും കട്ടക്കട്ടായി നിൽക്കുകയാണ്. ശക്തരാണ് രണ്ടുപേരും. ജിയാങ്കിയും പൗലി മാസ്റ്ററും മാർക്ക് ഫെല്ലറും ഫെലിക്സ് തമ്മിലുള്ള ഫൈറ്റ് നോക്കി നിൽക്കുന്നുണ്ടതും മീശ അവരോട് പറഞ്ഞു, ഈ മാർക്ക് ശരിക്കും അവനിട്ട് കളിപ്പിക്കുകയാണ്. ആ പറഞ്ഞ കാര്യം ശരിയാണെന്ന് പൗലി മാസ്റ്റർക്കും അതുപോലെ ജിയാങ്കിക്കും നേരത്തെ തോന്നിയിരുന്നു. മാർക്കിന്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള പല സ്റ്റെപ്സും മാർക്ക് ഇതുവരെയും പുറത്തെടുത്തിട്ടില്ല. ആ ഫെലിക്സിന്റെ മനസ്സിന് സംതൃപ്തി കിട്ടാൻ വേണ്ടി അവനോട്
ഒരു കളി കളിക്കുന്നതാണ്. പെട്ടെന്ന് മാർക്ക് ഫെലിക്സിനോട് പറഞ്ഞു, ഫെലിക്സ്, എനിക്ക് കുറച്ച് ധൃതിയുണ്ട്, നമുക്ക് ഈ ഗെയിം ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ പറഞ്ഞ മാർക്ക് മുന്നോട്ട് കുതിച്ച് കൈയൊന്നുയർത്തി ഒരൊറ്റ ഇടി. അതുവരെ മാർക്ക് ഫെല്ലർ ഫെലിക്സിനെ ഇടിച്ച ഇടിയിൽ നിന്ന് ലേശം വ്യത്യാസം ആ ഇടിക്കുണ്ടെന്ന് തെറിച്ച് ദൂരെ മരത്തിൽ ചെന്നിടിച്ച് താഴെ വീഴുന്നതിനിടയിൽ ഫെലിക്സിന് ബോധ്യമാകുകയും ചെയ്തു. അവൻ വായിന്ന് ചോര പുറത്തേക്ക് തള്ളുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് പെട്ടെന്ന് മാർക്ക് ഫെല്ലറും പൗലിൻ മാസ്റ്ററും ജിയാഖിയും മീശ എല്ലാവരും ഓടിയെത്തി. മാർക്ക് പൗലിൻ മാസ്റ്റർ പറഞ്ഞു, പൗലിൻ മാസ്റ്റർ, എനിക്ക് ശരിക്കും പൗലിൻ മാസ്റ്റർ ബുദ്ധിമുട്ടിക്കേണ്ടി വരും, ഇവനെ ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ. അത് കേട്ടതും തറയിൽ വീണ് കിടക്കുന്ന ഫെലിക്സ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, ഞാൻ തിരിച്ചു വരും, സകലരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ തോൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ പറയുമ്പോഴേക്കും അവന്റെ ബോധം അങ്ങ് പോവുകയും ചെയ്തു. അതിശക്തമായ ഒറ്റ പഞ്ചിൽ മാർക്ക് യഥാർത്ഥത്തിൽ അവനെ നിശ്ചലനാക്കിയെന്ന് പറയാം. പക്ഷെ അവൻ കൊല്ലപ്പെടാതിരിക്കാനുള്ള ഒരു കരുതൽ മാർക്ക് എടുത്തിരുന്നുവെന്നും ആ ഇടി കാണുന്ന ജിയാഖിക്കും അതുപോലെ പൗലിൻ മാസ്റ്റർക്കും അറിയാം. രണ്ടുപേരും മാർക്സിസ്റ്റുകളാണല്ലോ. ആ രാത്രി അങ്ങനെ കടന്നുപോയി. പിറ്റേന്ന് മാർക്ക് ഫെല്ലർ രാവിലെ എണീക്കുന്നത് തന്നെ ഫോണിലെ ശബ്ദം കേട്ടാണ്. ഫോണിൽ ഷിയാഹാങ്ങിന്റെ നമ്പറാണ് എഴുതി കാണിക്കുന്നത്. ഫോൺ എടുത്ത മാർക്കിനോടായി ഷിയാഹാങ് പറഞ്ഞു, മാർക്ക്, ഞാൻ ആളെ കണ്ടുപിടിച്ചു. ആരാ ഷിയ? നിനക്കിട്ട് പാര വെക്കുന്നത്? മാർക്ക്, അതിവിടെയുള്ള ഒരു പർപ്പിൾ ഡ്രസ്സുകാരനാണ്. അയാളുടെ പേര് ചെർണോബിൽ എന്നാണ്. ചെർണോബിനോ? അതെ അതെ, അയാൾ അതിശക്തനാണ്. അവന് പ്രസിഡന്റ് ആകണം. അതിനുവേണ്ടി അവൻ എന്നെ ഒഴിവാക്കാനായി ഒരു കളി കളിച്ചതാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിലെ ശക്തരിൽ ശക്തരാണ് ഈ പർപ്പിൾ ഡ്രസ്സുകാർ. ആ പർപ്പിൾ ഡ്രസ്സുകാരുടെ കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളെ ഇപ്പോൾ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പ്രസിഡന്റാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഷിയാഹാങ്. ഷിയാഹാങ്ങിനേക്കാൾ ശക്തരായ ആ പർപ്പിൾ ഡ്രസ്സുകാർക്ക് ആർക്കും തന്നെ ഷിയാഹാങ് പ്രസിഡന്റായത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരിൽ ഒരാൾ ഷിയെ ഔട്ടാക്കാൻ വേണ്ടി ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. ആ ആള് ഇതാ ഷിയാഹാങ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ആ ആളാണ് ചെർണോബിൽ. ഷിയാഹാങ് പറഞ്ഞത് കേട്ടതും മാർക്ക് ഷിയാഹാങ്ങിനോട് പറഞ്ഞു, ഓക്കെ ഷിയ, ഞാൻ വൈകിട്ടാകുമ്പോൾ അവിടെ എത്താം. അങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത മാർക്ക് ഫെല്ലർ മീശയോട് പറഞ്ഞു, മീശ, നമുക്ക് റെഡിയായി ഉടൻ പോകണം. മാർക്ക് അത്രയും പറഞ്ഞതിന് ശേഷം മീശയോട് യാത്ര പറഞ്ഞിട്ട് പൗലിൻ മാസ്റ്റർ അടുത്തെത്തി. പൗലിൻ മാസ്റ്ററോടും ജിയാഖിയോടും യാത്ര പറഞ്ഞ് തിരിച്ചു വന്ന് ടാക്സിയോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങി. അവരന്ന് ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ന്യൂ സെലസിൽ മടങ്ങിയെത്തുകയും ചെയ്തു. അന്ന് രാത്രി ന്യൂ സെലസിലെ ജിങ്ദു മേഖലയിലെ ഒരു വസതിയിൽ 3 പേരിരുന്ന് സംസാരിക്കുകയാണ്. അതിൽ ഒരാളെ നമുക്ക് അറിയാം. അയാളുടെ ഒരു കൈ ഇല്ല. അവിടെ കൈക്ക് വരെ ഒരു തുണി മാത്രമാണുള്ളത്. അത് സാക്ഷാൽ യാൻ ഗസ്മാനാണ്. യാൻ ഗസ്മാന്റെ വലത് ഭാഗത്തിരിക്കുന്ന ആ പർപ്പിൾ ഡ്രസ്സുകാരനാണ് ഷിയാഹാങ് മാർക്കിനോട് പറഞ്ഞ ചെർണോബിൻ. ചെർണോബിനെയും യാൻ ഗസ്മാനെയും ഫേസ് ചെയ്തിരിക്കുന്നത് മാർക്ക് ഫെല്ലറും ഷിയാഹാങ്ങും തമ്മിൽ ആ ജിങ്ദു മലയുടെ മുകളിൽ വെച്ച് കണ്ടുമുട്ടാൻ ശ്രമിച്ചപ്പോൾ അവിടെ രഹസ്യമായി വന്ന കക്ഷിയാണ്. ആ മൂവർ സംഘം എന്തോ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഏയ് ടോംസ്, നീ പറഞ്ഞ കാര്യം ശരിയാണെങ്കിലും ഷിയാഹാങ്ങിനെ നമുക്കങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അവൻ എങ്ങനെയും പുറത്താക്കണം. ചെർണോബിൻ പറയുന്നത് കേട്ടതും ചെർണോബിന്റെ ആജ്ഞ അനുസരിച്ച് ഷിയാഹാങ്ങിനെയും മാർക്ക് ഫെല്ലറെയും നിരീക്ഷിച്ച ടോംസ് ചെർണോബിനോട് പറഞ്ഞു, ചെർണോബിൻ, ആ ഷിയയ്ക്ക് മാർക്കിന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടി. പക്ഷേ ഷിയെ പുറത്താക്കിയാലേ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ. നമ്മൾ എത്രയും നാളെന്ന് വെച്ചാൽ ഇങ്ങനെ വെറുമൊരു ദുർബലിന് കീഴിൽ പ്രവർത്തിക്കുക? ഏയ് ടോംസ്, അതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. അങ്ങനെ ചെർണോബിൻ പറഞ്ഞതും അവരുടെ സംഭാഷണം കേട്ടിരിക്കുന്ന യാൻ ഗസ്മാൻ അവരോട് പറഞ്ഞു, അതെ അതെ, എനിക്കും അതാ പറയാനുള്ളത്. ആ ഷിയാഹാങ് ഇപ്പോൾ ശരിക്കും അഹങ്കാരിയായിരിക്കുകയാണ്. അവന് നമ്മളെ ആരെയും ഒരു ബഹുമാനമില്ല. നേരത്തെ ഞാനായിരുന്നു അവനെ നിയന്ത്രിച്ചിരുന്നത്. ഇപ്പോൾ അവൻ വലിയ സംഭവമായി നിൽക്കുകയാണ്. യാൻ ഗസ്മാനും നേരത്തെ ഒരു പർപ്പിൾ ഡ്രസ്സുകാരനായിരുന്നു. അവന്റെ കൈ നഷ്ടപ്പെട്ട നിമിഷത്തിൽ അവന്റെ ആ പർപ്പിൾ ഡ്രസ്സ് അവൻ നഷ്ടമാവുകയും ചെയ്തു. ഇപ്പോൾ അവൻ താഴത്തെ ലെവലിലാണ്, ബ്ലാക്ക് ഗോൾഡ് ലെവലിലാണ്. ബ്ലാക്ക് ഗോൾഡ് ലെവലിൽ നിന്ന് പർപ്പിൾ ലെവലിലേക്ക് അവൻ ഉയർത്താൻ ഷിയാഹാങ് വിചാരിച്ചാൽ പറ്റും. പക്ഷെ ഷിയാഹാങ് അത് ചെയ്തില്ല. അതിൻ്റെതായ ഒരു ദേഷ്യമാണ് യാൻ ഗസ്മാനുള്ളത്. അവർ മൂരങ്ങ് സംസാരിക്കുമ്പോൾ ടോംസ് ചെർണോബിനോട് ചോദിച്ചു, അല്ല, ഈ മാർക്ക് ഫെല്ലറെ നമ്മളെങ്ങനെ ഒഴിവാക്കും? അതിനധികം ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ആ ഗ്രാനിക്കിനും ബ്ലാക്കിയും 2 ആഴ്ച കഴിയുമ്പോൾ അവരുടെ പരിക്കൊക്കെ ഭേദമായി പുറത്തിറങ്ങില്ലേ, അതുവരെ മാർക്കിന് ആയുസുള്ളൂ. അങ്ങനെ ചെർണോബിൻ പറഞ്ഞതും ഒരു ശബ്ദം അവർ കേട്ടു. ഓഹോ, എൻ്റെ ആയുസൊക്കെ തീരുമാനിക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയല്ലേ?
ശബ്ദങ്ങളുടെ ഭാഗത്തേക്ക് യാൻ ഗസ്മാനാണ് ആദ്യം ഞെട്ടിത്തിരിഞ്ഞ് നോക്കിപ്പോകുന്നത്. വാതിലിലൂടെ അകത്തേക്ക് സാക്ഷാൽ മാർക്ക് ഫെല്ലർ നടന്നു വരികയാണ്. മാർക്കിനെ കണ്ടതും ഗസ്മാൻ ശരിക്കും വിറച്ചു തുടങ്ങി. യാൻ ഗസ്മാൻ മാർക്കിനെ പരിചയപ്പെടുന്ന സമയത്ത് ഒരു വലിയ സംഭവമായിരുന്നു. അയാളൊന്ന് വിരലിഞ്ഞൊടിച്ചാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് മാർക്ക് ഫെല്ലർ. പക്ഷെ ഇപ്പോഴത്തെ മാർക്ക് ഫെല്ലറോട് മുട്ടാൻ അയാൾക്ക് പറ്റത്തില്ല. അക്കാര്യം ഗസ്മാൻ അറിയാം. ഗസ്മാനാണ് മാർക്ക് ഫെല്ലറെ ആ ഇമോട്ടൽ സ്ലിംഗ് സെഷനകത്ത് പൂട്ടിയിട്ടിട്ട് കടന്നു കളഞ്ഞത്. ആ കാര്യമൊക്കെ ഗസ്മാന്റെ മനസ്സിൽ ഒരു ചലച്ചിത്രം പോലെ കടന്നു വരുന്നുണ്ട്. പെട്ടെന്ന് ചെർണോബിൻ മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക് ഫെല്ലർ, ആരോട് ചോദിച്ചിട്ടാ നീ എന്റെ വീട്ടിലേക്ക് കടന്നത്? ഏയ് ചെർണോബിൻ, ഏത് വീട്ടിലേക്കും ഒരാൾക്ക് കടന്നു വരാം. മാർക്ക് അങ്ങനെ പറഞ്ഞപ്പോ സകലരും കൗതുകത്തോടെ മാർക്കിനെ നോക്കുമ്പോ മാർക്ക് പറഞ്ഞു, ആ ആള് ആരാണെന്ന് അറിയണ്ടേ? അതെ, ആരാ ആള്? ആ ആള് ആരാന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? മാർക്ക് അങ്ങനെ ചോദിച്ചപ്പോ ആ ആള് ആരെന്നറിയാനുള്ളൊരു കൗതുകം സ്വാഭാവികമായിട്ടും ഗസ്മാന്റെയും ചെർണോബിന്റെയും ടോംസന്റെയും മുഖത്തുണ്ട്. അവർ മൂന്നുപേരെയും ഒന്ന് നോക്കിയിട്ട് മാർക്ക് അവരോട് പറഞ്ഞു, ഏത് വീട്ടിലേക്കും, അത് കുടിലായാലും കൊട്ടാരമായാലും അനുവാദമില്ലാതെ കടന്നു വരുന്നത് ഒരേ ഒരാളാണ്, അതാണ് മരണം. മാർക്ക്, നീ എന്താ പറഞ്ഞത്? അതെ, ഈ മുറിയിലേക്ക് മരണത്തിന് കടന്നു വരാൻ ഒരാളുടെയും അനുവാദം വേണ്ടല്ലോ. മാർക്ക് ഫെല്ലർ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം ആദ്യം അവർക്ക് മനസ്സിലായില്ല. പക്ഷെ പെട്ടെന്നാണ് അവർക്ക് ബോധമുണ്ടായത്. മൂന്നുപേരും ചാടി എണീറ്റു. ഏയ് മാർക്ക് ഫെല്ലർ, നീ ആരോടെ കളിക്കുന്നതെന്ന് അറിയാവോ? ചെർണോബിൻ എന്ന പർപ്പിൾ വേഷധാരി അയാളുടെ ഇന്റേണൽ എനർജി റിലീസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചോദിച്ചതും മാർക്ക് ഫെല്ലർ ഒന്ന് തിരിഞ്ഞ് കൈ ഉയർത്തി ഒരൊറ്റ ഇടി. ചെർണോബിനെ നോക്കിക്കൊണ്ട് മാർക്ക് ഇടിച്ചത് സാക്ഷാൽ ടോംസന്റെ മുഖത്താണ്. ആ ഇടി ടോംസന്റെ മുഖത്ത് പതിക്കുന്നത് ചെർണോബിനും അതുപോലെ യാൻ ഗസ്മാനും കൃത്യമായി കണ്ടു. പക്ഷെ ആ ഇടി മുഖത്ത് പതിച്ചു കഴിഞ്ഞതും ആ ഇടിയേറ്റ ആ മുഖം ശരിക്കും അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ആ ബോഡിയുടെ പല ഭാഗവും ആ ഒറ്റ ഇടിയിൽ ചിതറി. ഒറ്റ ഇടിയിൽ ആ മനുഷ്യനെ മാർക്ക് ഫെല്ലർ ഇതാ കൊന്നിരിക്കുകയാണ്. മാർക്ക് അതിനുശേഷം ചെർണോബിന് നേരെ തിരിഞ്ഞ് ഒന്ന് നോക്കിയിട്ട് വലത് ഭാഗത്തുള്ള ഗസ്മാനെ ഒന്ന് നോക്കി. അത് കണ്ടത് ഗസ്മാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് പ്ലീസ്, ഞാനിപ്പോ മാർക്കുമായിട്ട് ഒരു വിഷയത്തിനും വരാറില്ലല്ലോ. ഗസ്മാൻ, നിന്നെ ഞാൻ വെറുതെ വിട്ടതാണ്. പക്ഷെ വീണ്ടും നീ എന്നെ ശല്യപ്പെടുത്താനായി ഇറങ്ങി തിരിച്ചാൽ എനിക്ക് എന്റെ സ്വഭാവം മാറ്റേണ്ടി വരും. അങ്ങനെ പറഞ്ഞ മാർക്ക് പെട്ടെന്നാണ് ഒന്ന് മൂവ് ചെയ്തത്. മാർക്കിന്റെ അൺബിലീവബിൾ ആയിട്ടുള്ള വേഗത ഗസ്മാന്റെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ്. ഗസ്മാൻ ഒന്ന് കണ്ണു തുറക്കുമ്പോഴേക്കും ഗസ്മാന്റെ തൊട്ടു മുന്നിൽ മാർക്ക് എത്തിക്കഴിഞ്ഞു. മാർക്ക്, ഗസ്മാൻ അങ്ങനെ വിളിക്കുമ്പോഴേക്കും ശരിക്കും അവന്റെ ശ്വാസം ഏതാണ്ട് തടസ്സപ്പെട്ട് വരികയാണ്. മാർക്ക് ഇടത് കൈ കൊണ്ട് ഗസ്മാന്റെ കഴുത്തിൽ നിന്ന് പിടിച്ചു. മാർക്കിന്റെ കൈ ഉയർന്നപ്പോൾ അതിനനുസരിച്ച് ഗസ്മാനും മുകളിലേക്ക് ഉയരുകയാണ്. ജംഗ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ പർപ്പിൾ ഡ്രസ്സുകാരെ മുഴുവൻ നയിച്ചിരുന്ന അതേ യാൻ ഗസ്മാൻ ഇതാ മാർക്കിന്റെ ഇടത് കൈയിൽ ആകാശത്ത് അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. മാർക്ക് പ്ലീസ് പ്ലീസ്. ഗസ്മാൻ, നാണമല്ലേടോ ഇങ്ങനെ സംസാരിക്കാൻ? അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ ഇടത് കൈ ഒന്ന് അമർത്തി. കിണിങ് എന്ന ശബ്ദത്തോടു കൂടി ഗസ്മാന്റെ ആ കഴുത്ത് ഞരുപിര തകർന്നു. മാർക്കിന്റെ കൈയിലൂടെ രക്തം ഒലിച്ചു തുടങ്ങി. ശരിക്കും ശ്വാസം നിലച്ചതുപോലെയായി സാക്ഷാൽ ചെർണോബിൻ. അയാൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇതാ ഉണ്ടായിരിക്കുന്നത്. അയാളുടെ ചാരൻ പർപ്പിൾ ഡ്രസ്സുകാരൻ ടോംസും അയാളുടെ സുഹൃത്ത് യാൻ ഗസ്മാനും ഇത് വളരെ നിസ്സാരമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ചെർണോബിൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. മരണം തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആരായാലും പറഞ്ഞു പോകുന്നൊരു വാചകം ചെർണോബിനും അറിയാതെ പറഞ്ഞു പോവുകയാണ്. മാർക്ക് ഫെല്ലർ ചെർണോബിനോട് പറഞ്ഞു, ചെർണോബൻ, നീ കേൾക്കാൻ പാടില്ലാത്തത് പലതും കേൾക്കുകയും കാണാൻ പാടില്ലാത്തത് കാണുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നീ വേണ്ട. അത് കേട്ടത് ചെർണോബിന് കഥ മനസ്സിലായി. മാർക്ക് അയാളെ തീർക്കാൻ പോവുകയാണ്. ചെർണോബൻ പെട്ടെന്ന് അയാളുടെ ബോഡിയിൽ നിന്ന് ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത് മാർക്കിനെ നേരിടാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അതൊന്നും മാർക്ക് ഫെല്ലറുടെ വേഗതയ്ക്ക് മുന്നിൽ ഒന്നും അല്ലെന്ന് അയാളുടെ നെഞ്ചിലൂടെ മാർക്കിന്റെ കൈ കയറിപ്പോകുന്നത് സ്വയം അനുഭവിച്ചപ്പോൾ ചെർണോബിന് മനസ്സിലായി. ശരിക്കും അയാൾക്ക് എന്താണ് സംഭവിച്ചത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. അയാളുടെ ബോഡിയിൽ ആ ഇന്റേണൽ എനർജി റിലീസ് ചെയ്ത നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ഒറ്റ ഇടിയിടിക്കുകയായിരുന്നു. മാർക്കിന്റെ തൊട്ടു മുന്നിലുള്ള ചെർണോബിന്റെ നെഞ്ച് പിളർന്നുകൊണ്ട് മാർക്കിന്റെ കൈ തികച്ചും അപ്പുറത്തെത്തിയിരുന്നു.
മാർക്ക് തിരിച്ച കൈ വലിച്ച് ഒന്ന് താഴ്ത്തി വലിച്ചെടുക്കുമ്പോൾ മാർക്കിന്റെ കയ്യിൽ ഒരു ഗോൾഡൻ കോറുണ്ട്. ഇതൊക്കെ കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് സംഭവിച്ചത്. താഴേക്ക് വീഴുമ്പോൾ ചെർണോബിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു അന്താളിപ്പുണ്ട്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ഷിയ ഹാങ്ങിനെ ഔട്ടാക്കാൻ ഒരു പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ചെർണോബിൻ ഇതാ ആ പദ്ധതി എങ്ങ് എത്തുന്ന മുമ്പ് ശവമായി മാറിയിരിക്കുകയാണ്. ആ 3 ഡെഡ് ബോഡിയിലേക്കും ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഫെല്ലർ അതിവേഗം അവിടുന്ന് പുറത്തു കിടന്നു. പിറ്റേ ദിവസം മാർക്ക് ഫെല്ലർ മേശയും കൂടി അവിടുന്ന് നേരെ പറന്നത് ഷാങ് കൺട്രിയിലേക്കാണ്. കിങ്ഡം ഓഫ് ഷാങ്. ഷാങ്ങിലുള്ള എയർപോർട്ടിൽ മാർക്കിന്റെ ആ പ്ലെയിനിൽ ലാൻഡ് ചെയ്തപ്പോൾ മാർക്ക് മീശയോട് പറഞ്ഞു, മീശ ഇവിടെ നേരത്തെ ഞാൻ വന്നിട്ടുണ്ട്. മാർക്ക് ഫെല്ലർക്ക് ആ എയർപോർട്ടും അവിടെയുള്ള പശ്ചാത്തലമൊക്കെ ശരിക്കും ഓർമ്മയുണ്ട്. മാർക്കും മീശയും കൂടി അവിടുന്ന് പുറത്തിറങ്ങി വരുമ്പോൾ അവരെ കാത്ത് ആ ഷീ കുടുംബത്തിന്റെ ഒരു വാഹനം കിടപ്പുണ്ട്. ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് സാക്ഷാൽ യാൻസിയാണ്. അതിസുന്ദരിയായ യാൻസി കണ്ട മാർക്ക് അവരെ കണ്ടോടെ പറഞ്ഞു, മിസ് യാൻസി, ഹേയ് മാർക്ക്, എന്നെ അങ്ങനെയൊന്നും വിളിക്കാതെ, ഞാന് നിന്റെ പൗലിയൻ മാസ്റ്ററുടെ ഫ്രണ്ടാണ്. പൗലിയൻ മാസ്റ്റർ ഫ്രണ്ടാണ് യാൻസി എന്ന് പറഞ്ഞപ്പോഴാണ് മാർക്കിന് പെട്ടെന്ന് അത് കത്തിയത്. പൗലിയൻ മാസ്റ്റർക്ക് ഏകദേശം 60 വയസ്സ് പ്രായം വരും. അത്രയും പ്രായമുള്ള ഒരു സ്ത്രീയാണ് കണ്ടാൽ ഒരു ചെറുപ്പക്കാരുടെ രൂപത്തിൽ മാർക്കിന്റെ മുന്നിൽ നിൽക്കുന്നത്. മാർക്ക് അവരോട് പറഞ്ഞു, ആന്റി സോറി, ആന്റി കേട്ടാൽ ആരും ആ പ്രായം പറയത്തില്ല. മാർക്ക് അതൊക്കെ ഓക്കെ, ബാ നമുക്ക് വീട്ടിലേക്ക് പോവാം. മാർക്ക് ഫെല്ലറും മീശയും ആ യാൻസിയുമായിട്ട് അവരുടെ വസതിയിലെത്തി. ഒരു കൂറ്റൻ മാൻഷനിലാണ് മാർക്ക് മീശ എത്തിയിരിക്കുന്നത്. കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് യാൻസി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ആ ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. അത് കേട്ടതും മാർക്ക് യാൻസിയോട് ചോദിച്ചു, അല്ല ആന്റി, അപ്പോ യാൻസിയുടെ പിതാവിനെ ചികിത്സിക്കണ്ടേ? മാർക്ക് മാത്രമല്ല ഈ ചികിത്സയ്ക്കായി ഇവിടെ എത്തിയിരിക്കുന്നത്. അനവധി രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരിയേറെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം ഇവിടെ ഈ ഷെങ് കിങ്ഡത്തിൽ എല്ലാവരും അറിയുന്നതല്ലേ. യാൻസി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മാർക്കും മീശയും എന്നൊരു കിളി പോയതുപോലെ അറിയാതെ മുഖത്തോട് നോക്കി പോവുകയാണ്. അനവധി രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ആ വീട്ടിലെ കാരണവരെ ചികിത്സിക്കാനായി എത്തിയിരിക്കുകയാണ്. ആ എത്തിയിരിക്കുന്ന ആളുകൾ എല്ലാവരും കോൺസെൻട്രേഷൻ പെല്ല് അറിയാവുന്ന ആളുകളായിരിക്കും. അങ്ങനെ ഒരു സംശയം തോന്നിയതും മാർക്ക് യാൻസിയോട് ചോദിച്ചു, അല്ല ആന്റി, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവർക്ക് എല്ലാവർക്കും കോൺസെൻട്രേഷൻ പെല്ല് ഉണ്ടാക്കാൻ അറിയാമോ? ഹേയ് മാർക്ക്, അക്കാര്യം ഞങ്ങൾക്കും സംശയമുണ്ട്. പക്ഷേ മാർക്കിന് പുറമെ ആ വന്ന കൂട്ടത്തിൽ ആർക്കൊക്കെയോ കോൺസെൻട്രേഷൻ പെല്ല് അറിയാം. മാർക്ക്, നിങ്ങളെല്ലാവരും പരസ്പരം മത്സരിക്കേണ്ടി വരും. മത്സരത്തിൽ വിജയിക്കുന്ന ആളിന് മാത്രമേ എൻ്റെ അച്ഛനെ ചികിത്സിക്കാനുള്ള അവസരം കിട്ടൂ. അത് കേട്ടതും മാർക്ക് അവരോട് ചോദിച്ചു, ആന്റി, ആ വന്ന ആളുകളിൽ ശരിക്കും ഞാനുമായി കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? മാർക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വളരെ എളുപ്പമാണ്. മാർക്കുമായി കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന 2 പേരെ ആ കൂട്ടത്തിലുള്ളൂ. എന്ന് പറഞ്ഞാൽ മാർക്കിന് ആ 2 പേരെ തോൽപ്പിച്ചാൽ തന്നെ വിജയിക്കാമെന്നാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.